നമസ്കാരം. ബിലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. നമ്മളെ CMA ക്ലാസ്സസിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട്. അത് ലാസ്റ്റ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ഇട്ടത് വന്നിട്ട് നമ്മുടെ ഡയറക്ടേഴ്സ് ആയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റീസെൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും നോക്കി പഠിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ മീറ്റിംഗ്സ് ആണ്. CMAക്കാർക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പാർട്ട് ഡിയിൽ കമ്പനി ലോ, പാർട്ട് സിയിൽ കമ്പനി ലോയിൽ കമ്പനീസ് ആക്ടിൽ മീറ്റിംഗ്സിൻ്റെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടില്ല, പക്ഷേ എങ്കിലും മേജറായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുട്ടികളെ മീറ്റിംഗ് വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ബോർഡ് മീറ്റിംഗ് ഒക്കെ നിങ്ങൾ ഫൈനലിൽ പഠിക്കും. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് പിന്നെ ജനറൽ മീറ്റിംഗ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ് ഷെയർ ഹോൾഡേഴ്സ്. അവരെ മീറ്റിങ്ങിനെ നമ്മൾ ജനറൽ മീറ്റിംഗ്സ് എന്ന് വിളിക്കും. പൊതുവേ രണ്ട് ടൈപ്പ് ഓഫ് മീറ്റിംഗ്സ് ആണുള്ളത്. AGM ആനുവൽ ജനറൽ മീറ്റിങ്ങും EGM എക്സ്ട്രാordinary ജനറൽ മീറ്റിംഗ്. അത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിൽ പഠിക്കും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഓണേഴ്സിനെ നമ്മൾ മീറ്റിങ്ങിന് വിളിക്കണം. പല അപ്രൂവൽസും എടുക്കേണ്ടി വരും. നിങ്ങൾ പഠിച്ചു കാണും അല്ലേ? പേര് ചേഞ്ച് ചെയ്യാനായിട്ട് GM+SR നമ്മൾ പഠിച്ചിട്ടുണ്ട്. രജിസ്റ്റർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, കമ്പനിയുടെ ഓബ്ജക്ട് ക്ലോസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ പല അവസരങ്ങളിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ എടുക്കാൻ വേണ്ടി മീറ്റിംഗ് വിളിക്കേണ്ടി വരും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഡോപ്റ്റ് ചെയ്യാൻ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ, ഡയറക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ, ഓഡിറ്റർമാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ, അങ്ങനെ പല അവസരങ്ങളിലും. അപ്പോൾ ആ മീറ്റിംഗ് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങൾക്ക്. ഇപ്പോൾ CS-നൊക്കെ ഒരു വലിയ 2-3 ചാപ്റ്റർ ഉണ്ട്, 150-200 പേജോളം ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ 3-4 പേജുള്ള ഒരു ചെറിയ ചാപ്റ്റർ. പക്ഷേ എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞും പോയിട്ടുണ്ട് എന്ന രീതിയിലാണ് ഈ സ്റ്റഡി മീറ്റിൽ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്. പിന്നെ മീറ്റിംഗ് അവർ താനേ വരത്തില്ലല്ലോ, നമ്മൾ വിളിക്കണം, മീറ്റിംഗ് വിളിക്കണം. അപ്പോൾ മീറ്റിംഗ് വിളിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അവരെ ക്ഷണിക്കണം. അവർ നമ്മുടെ ഓണേഴ്സ് അല്ലേ അല്ലേ? സോ വി ഹാവ് ടു കോൾ ദ ഷെയർ ഹോൾഡേഴ്സ് ഫോർ ദ മീറ്റിംഗ്. എയ്തർ ഇറ്റ് ഈസ് എൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ഓർ ഇറ്റ് ഈസ് എൻ എക്സ്ട്രാordinary ജനറൽ മീറ്റിംഗ്, AGM or EGM. യു ഹാവ് ടു കോൾ ദം ബൈ വേ ഓഫ് എ റിട്ടൺ നോട്ടീസ്. നോട്ടീസ് കൊടുത്തു വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അവരെ വിളിക്കാനായിട്ട്. 101 സെക്ഷൻ 101 പ്രകാരം 21 ക്ലിയർ ഡേ നോട്ടീസ് കൊടുത്ത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കണം. അതിനർത്ഥം ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് എന്നാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അവിടെ നിന്നും 21 ദിവസത്തിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നോട്ടീസ് കൊടുക്കണം. കുട്ടികളെ ക്ലിയർ ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് അയക്കുന്ന ദിവസവും മീറ്റിംഗ് നടക്കുന്ന ദിവസവും മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് 21 ക്ലിയർ ഡേ ഗ്യാപ്പ് വേണം. അപ്പോൾ ഇതൊരു പഴയൊരു കൺസെപ്റ്റാണ്. പഴയ ലോയിൽ ഇങ്ങനെയാണ് 21 ക്ലിയർ ഡേ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നോട്ടീസ് അയക്കുന്ന ദിവസം ഇന്നാണെങ്കിൽ ഇന്ന് കൂട്ടരുത്. മീറ്റിംഗ് നടക്കാൻ പോകുന്നൊരു ഡേറ്റ് ഉണ്ട്, അന്നും കൂട്ടരുത്. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ഗ്യാപ്പ് വേണം? 21 ഡേയ്സ് ഗ്യാപ്പ് വേണം. അതുകൊണ്ടാണ് സെക്ഷൻ 101 21 ക്ലിയർ ഡേയ്സ് എന്ന് പറയാൻ കാര്യം. നോട്ടീസ് അയക്കുന്ന രീതി എഴുതിയാണ്, പക്ഷേ അയച്ചു കൊടുക്കുന്ന രീതി പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇമെയിൽ വഴി ഇലക്ട്രോണിക് മോഡിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും, സാർ 21 ദിവസം എന്നുള്ളത് കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലല്ലേ, നമുക്ക് ഒരു EGM വിളിക്കണം, കുറച്ച് പെട്ടെന്ന് വിളിക്കണം, എന്ത് ചെയ്യും? അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ടർ നോട്ടീസിൽ വിളിക്കാം. നിങ്ങൾക്ക് ഷോർട്ടർ നോട്ടീസിൽ മീറ്റിംഗ് വിളിക്കാം. ഷോർട്ടർ നോട്ടീസ് എന്ന് വെച്ചാൽ എത്രയും കുറച്ച് താമസിച്ച് അയച്ചാൽ മതി. 21 ക്ലിയർ ഡേ നോക്കണ്ട. അതിനെയാണ് നമ്മൾ ഷോർട്ടർ നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ടർ നോട്ടീസിൽ മീറ്റിംഗ് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷോർട്ടർ നോട്ടീസിൽ മീറ്റിംഗ് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാലും 95% 95% ഷെയർ ഹോൾഡേഴ്സ്, അതായത് 95% ഷെയർ വച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് നേരത്തെ മുൻകൂട്ടി നിങ്ങൾക്ക് അനുവാദം തന്നാൽ നിങ്ങൾക്ക് 21 ക്ലിയർ ഡേ നോട്ടീസിന് പകരം വളരെ ഷോർട്ടറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ പറ്റും. ലൈക്ക് 15 ദിവസം മുമ്പ്, 2 ആഴ്ചയ്ക്ക് മുമ്പ്, ഈ ഒരു 16 ദിവസം മുമ്പ്. ഇങ്ങനെ 21 ക്ലിയർ ഡേ നിങ്ങൾക്ക് കംപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കംപ്ലൈ വിത്ത് ദിസ് 21 ക്ലിയർ ഡേ നോട്ടീസ്, മൈ ഡിയർ സ്റ്റുഡൻസ്, യു ക്യാൻ ഗീവ് എ ഷോർട്ടർ നോട്ടീസ് പ്രൊവൈഡഡ് the members of the company, that is the shareholders of the company, gives you an approval in advance. അത് 95% ഷെയർ വെച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഷോർട്ടർ നോട്ടീസ് കൊടുക്കും. സോ ദാറ്റ് ഇസ് എ ഹാപ്പി ന്യൂസ്. ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷോർട്ടർ നോട്ടീസൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ,
അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ നോട്ടീസിൽ എന്താണ് പറയേണ്ടത്. നമ്മളൊരു കല്യാണക്കുറി കൊടുക്കുമ്പോൾ എന്തൊക്കെ കാണും? കല്യാണം എവിടെ വെച്ചാണ് നടക്കുന്നത്, സമയം, സ്ഥലം, ഡേറ്റ് ഒക്കെ കൊടുക്കത്തില്ലേ? അതുപോലെ തന്നെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കുമ്പോഴും വൈൽ യു കോൾ എ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് യു ഹാവ് ടു മെൻഷൻ ദ പ്ലേസ്, ഡേറ്റ്, ഡേ ആൻഡ് അവർ. സ്ഥലം, തീയതി, ആ ദിവസം, സമയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ നോട്ടീസിൽ സ്പെസിഫിക് ആയിട്ട് പറയണം. അതുപോലെ തന്നെ നിങ്ങൾ പറയണം എന്തൊക്കെ ഐറ്റംസ് ഓഫ് ബിസിനസ് ആണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഐറ്റംസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള ഐറ്റംസ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ കമ്പനി സെക്ടറിലുള്ളത് ജനറൽ ബോഡി മീറ്റിങ്ങിന്. ഒന്ന് ഓർഡിനറി ബിസിനസ്സും, 2 സ്പെഷ്യൽ ബിസിനസ്സും. ഇത് റെസൊല്യൂഷനുമായിട്ട് കൺഫ്യൂസ് ചെയ്യേണ്ട. ഇത് ബിസിനസ് ആണ്. അതായത് എന്തൊക്കെ അജണ്ട ഐറ്റംസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സാധാ അജണ്ട ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ അതിനെ ഓർഡിനറി ബിസിനസ് എന്നും, അസാധാരണമായിട്ടുള്ള അജണ്ട ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ അതിനെ സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയും. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യും ഏതാണ് സാധാ അല്ലാത്ത, ഓർഡിനറി, സ്പെഷ്യൽ. വിൽ സീ ദാറ്റ് ലേറ്റർ. സോ usual business items or agenda items will called as an ordinary business, and not usual agenda items are called as a special business. അപ്പോൾ ഇത് ഏതാണ് ചർച്ച ചെയ്യാൻ പോകണമെന്നും, എന്തൊക്കെ ബിസിനസ് ആണ് ചർച്ച ചെയ്യാൻ പോകണമെന്നും, എന്തൊക്കെ അജണ്ട ഐറ്റംസ് ആണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകണമെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? അജണ്ടയിൽ പറയണം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന നോട്ടീസിൽ, അജണ്ട എന്ന് ഉദ്ദേശിച്ചത് നോട്ടീസിൽ മീറ്റിംഗ് നടക്കാൻ പോകുന്ന സ്ഥലം, തീയതി, ഡേ, സമയം, അതിനൊക്കെ പുറമെ എന്തൊക്കെ ഐറ്റംസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നുള്ളത് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഓക്കെ. അടുത്ത ചോദ്യം, ഇനി ആർക്കാണ് നോട്ടീസ് കൊടുക്കുന്നുള്ളത്? ആർക്കൊക്കെ നോട്ടീസ് കൊടുക്കണം? സ്വാഭാവികമായിട്ടും എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും നോട്ടീസ് കൊടുക്കണം. മെമ്പേഴ്സ്, മരിച്ചുപോയ മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഇപ്പോഴും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിനോ ലീഗൽ ഹയറിനോ AGMന്റെ EGMന് നോട്ടീസ് കൊടുക്കണം. രണ്ടാമത്, അക്കൗണ്ട്സ് ഒക്കെ ചർച്ച ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിലാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മീറ്റിംഗിന് ക്ഷണിക്കണം എന്ന് വെച്ചാൽ നോട്ടീസ് കൊടുക്കണം. 3, ഇത് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആണെങ്കിലും കമ്പനിയെ ഭരിക്കുന്നത്, കമ്പനിയെ മാനേജ് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് ആണ്. അതുകൊണ്ട് അവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിളിക്കണം. സോ ഡയറക്ടേഴ്സിനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ടീസ് കൊടുക്കണം. അപ്പോൾ ഈ 3 ഏരിയയും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 ഏരിയയും പൊതുവെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കുന്നതിനെ കുറിച്ചാണ്. സെക്ഷൻ 101 നോട്ടീസ് പറഞ്ഞു. ആ നോട്ടീസ് 21 ക്ലിയർ ഡേ വേണമെന്ന് പറഞ്ഞു. എന്നാൽ 21 ദിവസം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടറായിട്ട് കൊടുക്കാം, ചെറിയ കാലാവധിയിൽ നോട്ടീസ് കൊടുക്കാം. അതിന് 95% ഷെയർ വെച്ചിരിക്കുന്നവരുടെ അപ്രൂവൽ നമുക്ക് ആവശ്യം. നോട്ടീസിൽ എന്തു പറയണം? സ്ഥലം, ഡേറ്റ്, ഡേ, അതുപോലെ സമയം മീറ്റിങ്ങിന്റെ, പിന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഓർഡിനറി ബിസിനസ് ആണോ, ഓർഡിനറി ഐറ്റംസ് ആണോ, അതോ സ്പെഷ്യൽ ബിസിനസ് ആണോ എന്ന് പറയണം. ആർക്കൊക്കെ നോട്ടീസ് കൊടുക്കണമെന്ന് പറഞ്ഞു? എല്ലാ മെമ്പേഴ്സിനും കൊടുക്കണം. മരണപ്പെട്ടു പോയ മെമ്പർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഇരിക്കുന്ന കാലം നമ്മൾ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് നോട്ടീസ് കൊടുക്കണം. അടുത്ത് നമ്മൾ ഓഡിറ്റേഴ്സ് നോട്ടീസ് കൊടുക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ ഡയറക്ടേഴ്സിന് നോട്ടീസ് കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആണ്, പക്ഷേ എങ്കിൽ ഡയറക്ടേഴ്സിനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റിംഗിൽ വിളിക്കണം. എക്സാമിൽ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇലക്ട്രോണിക് മോഡിൽ നോട്ടീസ് കൊടുക്കുന്നതിനെ കുറിച്ച്. നിങ്ങൾക്കറിയാം ഇപ്പൊ എല്ലാം ഇലക്ട്രോണിക് മോഡിലാണ്. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അല്ലേ, നമ്മളെ ലൈഫ് മൊത്തം ഇലക്ട്രോണിക് മോഡിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ലോയിൽ കമ്പനിയുടെ AGMന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കുന്നതും നിങ്ങൾക്ക് ഇമെയിൽ വഴി അയച്ചു കൊടുക്കാം. എന്തിനധികം പറയണം, മീറ്റിംഗ് പോലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നടത്താം. കോവിഡിനൊക്കെ ശേഷം എല്ലാ കമ്പനികളും, നല്ലൊരു ശതമാനം കമ്പനികൾ അതുമായിട്ട് യൂസ്ഡായി. ബോർഡ് മീറ്റിംഗും ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗും ഒക്കെ ഷെയർ ഹോൾഡേഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. ഇപ്പം നമ്മൾ എന്തായാലും ഇപ്പം അതല്ല നോക്കുന്നത്, നമ്മൾ നോട്ടീസ് അയച്ചു കൊടുക്കുന്നതാണ് നോക്കുന്നത്. ഇത് റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് മോഡിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസ് അയക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ബേസിക്കലി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അത് ഇമെയിൽ വഴിയാണ് നമ്മൾ അയക്കേണ്ടത്, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴിയാണ് നമ്മൾ അയക്കുന്നത്. പൊതുവെ എല്ലാവരും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇമെയിൽ IDs യൂസ് ചെയ്യും. ചില കമ്പനികൾക്ക് അവരുടെ ആയിട്ടുള്ള ഡൊമെയിൻ കാണും അല്ലേ, വലിയ വലിയ കമ്പനികൾക്ക് അവരുടെ ആയിട്ട് ഡൊമെയിനിൽ നിന്നായിരിക്കും അവർ അയക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഇതിൽ നിന്നൊരു 5 പോയിന്റ് പഠിച്ചു, 5-6 പോയിന്റ് പഠിച്ചു വെക്കണം. ചോദിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് മോഡിൽ അയക്കുമ്പോൾ 1-2 പോയിന്റ്സ് സാറ് പറയാം. ഒന്ന്, ഇമെയിൽ വഴി അറ്റാച്ച്മെന്റ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ അയക്കാം. പോയിന്റ് നമ്പർ 1. അല്ലെങ്കിൽ ഒരു ലിങ്ക് കൊടുത്തയക്കാം. ലിങ്ക് കൊടുത്തയക്കാന്ന് വെച്ചാൽ മെയിൽ വരും, ഫോർ നോട്ടീസ് പ്ലീസ് ക്ലിക്ക് ദിസ് ലിങ്ക് എന്ന് കാണും. അതിന് URL എന്ന് വെച്ചാൽ ഫുൾ ഫോം ആണ് യൂണിഫോം റിസോഴ്സ്
ലൊക്കേറ്റർ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെബ് പേജിലോട്ട് പോകുമ്പോൾ അവിടെ നോട്ടീസ് കാണാൻ പറ്റും. ഒന്നീ നോട്ടീസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക് കൊടുത്തിട്ട് മെയിലിൽ വഴിയെ ലിങ്ക് അയച്ചിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റിലോട്ട് അത് നോട്ടീസ് കാണാൻ പറ്റും. അതിൽ ചെയ്യാം. അതുപോലെ തന്നെ ആ ഇമെയിൽ ഐ ഡികൾ കമ്പനിയുടെ റെക്കോർഡ്സിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇമെയിൽ ഐ ഡി ഏതാണോ, ഫോർ എക്സാമ്പിൾ കൃഷ്ണ എന്നൊരു ഷെയർ ഹോൾഡർ ഉണ്ട്, അദ്ദേഹത്തിന് ഇമെയിൽ ഐ ഡി, ഗൗരി എന്നൊരു ഷെയർ ഹോൾഡർ ഉണ്ട്, അദ്ദേഹത്തിന് ഇമെയിൽ ഐ ഡി, വൈഷ്ണവ് എന്നൊരു ഷെയർ ഹോൾഡർ ഉണ്ട്, അദ്ദേഹത്തിന് ഇമെയിൽ ഐ ഡി, ജിന എന്നൊരു ഷെയർ ഹോൾഡർ ഉണ്ട്, അദ്ദേഹത്തിന് ഇമെയിൽ ഐ ഡി. അപ്പോൾ ഓരോരുത്തരും കമ്പനിയിൽ അവരുടെ ഔദ്യോഗിക ഇമെയിൽ ഐ ഡി ആയിട്ട് തന്നിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലായിട്ട് ഉണക്കി, അല്ലെ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി വെച്ച് കാര്യമില്ലല്ലോ. സോ യു ഹാവ് ടു സെൻഡ് ദ നോട്ടീസ് ടു ദ ഇമെയിൽ ഐ ഡിസ് ഗിവൺ ബൈ ദ റെസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് at the in the records of the company. ഓക്കെ. അതുപോലെ തന്നെ ഇമെയിലിന്റെ സബ്ജക്റ്റ്, കാരണം ഇമെയിലിന്റെ പ്രശ്നം അറിയില്ല, ഇഷ്ടംപോലെ ഇമെയിൽ വരും. ഇപ്പൊ എനിക്കൊക്കെയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഒരുപാട് ഇമെയിൽ വരും. അപ്പൊ ഇത് കമ്പനിയുടെ ഇമെയിൽ ഐ ഡി നോട്ടീസ് ആണെന്ന് അറിയാനായിട്ട് ഇമെയിലിന്റെ സബ്ജക്റ്റിൽ തന്നെ കമ്പനിയുടെ പേരും കമ്പനിയുടെ ഏത് മീറ്റിംഗ് ആണ്, ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ് ലിമിറ്റഡ് -AGM എന്നൊക്കെ പറഞ്ഞ ഒരു സബ്ജക്ട് ലൈൻ വയ്ക്കുക. അപ്പൊ നമ്മളത് എടുത്ത് തുറന്നു നോക്കും. അതിനുവേണ്ടി ആ സബ്ജക്റ്റിൽ അങ്ങനെ ഒരു പോയിന്റ് വയ്ക്കുക. 3 പോയിന്റായ. 4ാമത്തെ പോയിന്റ്, അറ്റാച്ച്മെന്റ് വന്നിട്ട് PDF ഫോമിലായിരിക്കണം. PDF പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്, എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു PDF ഫോം ആയിരിക്കണം ഫോർമാറ്റ്. അപ്പോൾ അറിയാലോ, എല്ലായിടത്തും ഓപ്പൺ ചെയ്യാൻ പറ്റും, ഫോണ്ടിന്റെ പ്രശ്നമോ എററൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ലോയിൽ അങ്ങനെ പറയാൻ കാര്യം. നോ കമ്മിങ് ടു അതിപ്പോൾ പറഞ്ഞു നോൺ എഡിറ്റബിൾ ഫോർമാറ്റിലായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രൂഫ് ഓഫ് സെൻഡിങ് വേണം. നിങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം 4 രൂപത്തെ ഷെയർ ഹോൾഡേഴ്സ് കിട്ടിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇമെയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. സെൻഡ് ഫോൾഡറിൽ കാണാൻ പ്രിന്റ് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് വെച്ചൊക്കെ നോക്കാം. എന്തായാലും ഷെയർ ഹോൾഡേഴ്സിന് ഇമെയിൽ അയച്ചതിന് കമ്പനിയുടെ റെക്കോർഡ് വേണം, പ്രൂഫ് വേണം. ഓക്കെ. ഏറ്റവും രസകരമായ സംഭവം, പുതിയ കുട്ടികൾ സംശയം തോന്നുമ്പോൾ സ്പാം മെയിൽ പോയി കിടക്കും, അതുപോലെ തന്നെ റിജക്ഷൻ വരും, അല്ലെ അങ്ങനെയൊക്കെ ചില സംഭവിക്കും. അപ്പോൾ ടെക്നിക്കലായിട്ടുണ്ടാവുന്ന എററിനൊന്നും തന്നെ കമ്പനി റെസ്പോൺസിബിൾ അല്ല, അത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഹെഡേക്കാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് കമ്പനി എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇമെയിൽ ഐ ഡീസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം സെർവറിൽ, അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ്സ്. കാരണം അറിയാലോ, ഇമെയിൽ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാറും. ഇപ്പം എൻ്റെ എത്രയോ പ്രാവശ്യം നിങ്ങളൊക്കെ മാറിക്കാണും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇമെയിൽ ഐ ഡീസ് കമ്പനിയുടെ റെക്കോർഡ്സിൽ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ കുട്ടികളെ ഇത്രയും മതി, അറ്റ്ലീസ്റ്റ് ഒരു ഇത്രയും കാര്യങ്ങൾ. ഒരു പോയിന്റ് കൂടെ പറയാം. ഈ അയച്ചു കൊടുക്കുന്ന നോട്ടീസിന്റെ കോപ്പി കമ്പനിയുടെ വെബ്സൈറ്റിലും കൂടെ നിട്ടേക്കുക. അപ്പോൾ സോ ദാറ്റ് ആർക്കെങ്കിലും ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ കുട്ടികളെ ഇപ്പോൾ ഈ 6-7 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോണിക് മോഡിൽ നോട്ടീസ് അയച്ചു കൊടുക്കുന്നത് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ആണ്, കമ്പനിയുടെ റൂൾസിലാണ്, റൂൾ 18 പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് നോക്കുക. അപ്പോൾ സിമ്പിളാണ്. പോയിന്റ്സ് ഇമെയിൽ അയക്കണം, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആയിട്ട് അയക്കണം. PDF ആയിട്ടാണ് അറ്റാച്ച്മെന്റ് അയക്കേണ്ടത്. ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോക്കി അയക്കണം. കമ്പനിയുടെ റെക്കോർഡ്സിലുള്ള ഇമെയിൽ ഐ ഡിയിൽ കൊടുത്താൽ മതി. ഇമെയിൽ ഐ ഡി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത PDF ഫോർമാറ്റിലൊന്ന് അയക്കാനായിട്ട് അയച്ചതിന് പ്രൂഫ് വച്ചേക്കണം. അതുപോലെ തന്നെ ടെക്നിക്കൽ റീസൺസ് കൊണ്ട് ഡെലിവർ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സ്പാമിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പനി റെസ്പോൺസിബിൾ അല്ല. ഇതിന്റെ ഒരു കോപ്പി, അയച്ചു കൊടുക്കുന്ന മെയിൽ ഈ നോട്ടീസിന്റെ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയുടെ വെബ്സൈറ്റിൽ കൂടെ ഇട്ടയക്കാം. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് മോഡിൽ ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസ് അയക്കുന്ന കാര്യം. ഇത് റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, കമ്പനിയുടെ മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്ന അജണ്ട ഐറ്റംസ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. ഒന്ന് ഓർഡിനറി ബിസിനസ്സും 2 സ്പെഷ്യൽ ബിസിനസ്സും. സാധാ ഐറ്റംസിന് ഓർഡിനറി ബിസിനസ് എന്നും അസാധാരണ ഐറ്റത്തിന് സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയും. സോ ദർ ആർ 2 kinds of agenda items or matters to be discussed at a general meeting. One is ordinary business and second one is special business. So what is ordinary business? ഈ 4 കാര്യങ്ങളാണ് ഓർഡിനറി ബിസിനസ് എന്ന് പറയുന്നത്. ഒന്ന്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യുക. 2, കമ്പനിയുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ഡിസിഷൻ. 3, ഡയറക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുക. 4, ഓഡിറ്റർമാരെ അവരുടെ അപ്പോയിന്റ്മെന്റ്, അവരുടെ ഫീസ് ഫിക്സ് ചെയ്യുക. ഈ 4 അജണ്ട ഐറ്റത്തിനെയാണ് നമ്മൾ എല്ലാ AGM-ലും സാധാ ഐറ്റമായിട്ട് പറയുന്നത്, അഥവാ ഓർഡിനറി ബിസിനസ് എന്ന് പറയുന്നത്. കുട്ടികളെ, ഈ 4 ഓർഡിനറി ബിസിനസ്സിന് പുറമെ വേറെ ഏത് അഡീഷണൽ ബിസിനസ്സും ആനുവൽ ജനറൽ മീറ്റിംഗിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ആ തരം ബിസിനസ്സിനെ നമ്മൾ സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയും. So the agenda items at a general meeting is divided into, especially at an annual general meeting, is divided into 2 categories. One is called as ordinary business. They are consideration of financial statements, declaration of dividend, appointment of directors, appointment of auditors and fixing their remuneration.
apart from all these 4 agenda items, you can add any other business agenda items at an AGM notice. എങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ബിസിനസ്. കുട്ടികളെ, സ്പെഷ്യൽ ബിസിനസിന്റെ പ്രത്യേകത, ഇത് സാധാ ബിസിനസ് അല്ല. സാധാ രീതിയിൽ AGM-ൽ ചർച്ച ചെയ്യാത്ത ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ് ഈ സ്പെഷ്യൽ ബിസിനസ് എന്നും അതിലെന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങളൊരു നോട്ടീസിന്റെ കൂടെ ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൂടെ അനക്സ് ചെയ്യണം. യു ഹാവ് ടു അനക്സ് ആൻ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്, ആൻഡ് ദാറ്റ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ കമ്പനി ഷെയർഹോൾഡർ വിൽ അണ്ടർസ്റ്റാൻഡ് ദ അജണ്ട ഐറ്റം ഇൻ എ ബെറ്റർ വേ. കുറച്ചുകൂടി നല്ല എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് സെക്ഷൻ 102 സ്പെഷ്യൽ ബിസിനസ് പറയുന്നുണ്ട്, ഈ 4 ഓർഡിനറി ബിസിനസ് ഒഴികെ ബാക്കി ഏത് അജണ്ട ഐറ്റം നിങ്ങൾ നോട്ടീസിൽ വെച്ചാലും അതിനെ സ്പെഷ്യൽ ബിസിനസ് വിളിക്കും. അത് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ അത് ബന്ധപ്പെട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ് നിങ്ങൾ ഒരു അനക്സറായിട്ട് ഓരോ സ്പെഷ്യൽ ബിസിനസ്സിനും അനക്സ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ. ബാക്കി ആവശ്യമുള്ളതൊന്നും ഇല്ല. നല്ല ഏരിയാസ് ആണ് ഇതൊക്കെ. കാരണം ഞാൻ പറഞ്ഞു, CS-നൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. CS, CA-ക്കും ഒക്കെ ഇന്റർവ്യൂ നിങ്ങൾക്ക് വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിലും നല്ല ഏരിയാസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ സാറ് മാറ്റുന്നുണ്ട്. അടുത്ത ചോദ്യം കുട്ടികളെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറമാണ്. നിങ്ങൾക്കുള്ള അടുത്ത ഏരിയ സെക്ഷൻ 103. ഇപ്പോൾ പഠിപ്പിച്ച സെക്ഷൻസ് 101ഉം 102ഉമാണ്. 101 നോട്ടീസ് ഓഫ് AGM, 102 വന്നിട്ട് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്. ഇനി സാർ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറമാണ്. നിങ്ങൾ ഈ വാക്ക് കേട്ടാണ്, കോറം. കോറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിംഗിൽ വാലിഡ് ആവണമെന്നുണ്ട്. ആ മീറ്റിംഗ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഇത്ര മെമ്പറെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കും എന്ന് പറയുന്ന മിനിമം അറ്റൻഡൻസിനെയാണ് കുട്ടികളെ നമ്മൾ കോറം എന്ന് വിളിക്കുന്നത്. അഥവാ ഒരു പ്രോപ്പറായിട്ടൊരു കോറം ഇല്ലെങ്കിൽ, മിനിമം ഇത്ര പേരെങ്കിലും നമ്പർ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആ മീറ്റിംഗ് വാലിഡ് ആവത്തില്ല. ഒരു മീറ്റിംഗ്, ഒരു ക്ലാസ് നടത്താൻ മിനിമം കുട്ടികൾ വേണ്ടേ എന്ന് പറയുന്ന പോലെയാണ് ഒരു മീറ്റിംഗ് നടത്താനായിട്ട്, ഒരു ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് നടത്താൻ മിനിമം ഇത്ര പേരെങ്കിലും വേണം. അത് മീറ്റിംഗ് തുടങ്ങുമ്പം വേണം. മീറ്റിംഗ് തുടങ്ങി കുട്ടികളെ 1/2 മണിക്കൂറിൻ്റെ അകത്ത് കോറം വേണം. അപ്പോൾ 10 മണിക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ 10:30 വരെ വെയിറ്റ് ചെയ്യണം. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, കോറത്തിൽ നമ്പർ വന്നാൽ മാത്രമേ നിങ്ങൾ മീറ്റിംഗ് തുടർന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇതിനെയാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്പറാണ്, വ്യക്തികളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നമ്പർ, വി ടോക്ക് അബൌട്ട് കോറം ഇസ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി അറ്റൻഡഡ് അറ്റ് എ ജനറൽ മീറ്റിംഗ് ടു സ്റ്റാർട്ട് ദ മീറ്റിംഗ് ഇൻ ഓർഡർ ടു കൺസിഡർ ദാറ്റ് മീറ്റിംഗ് ആസ് എ വാലിഡ് ജനറൽ മീറ്റിംഗ്. സോ വാട്ട് ഈസ് ദ കോറം നോക്കാം. ആദ്യമേ പ്രൈവറ്റ് കമ്പനി പറയാം. എല്ലാ പ്രൈവറ്റ് കമ്പനി ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട്, നമ്മൾ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എല്ലാ കാര്യങ്ങളും പ്രൈവറ്റിന് മിനിമം 2 ആണ്. നമ്പേഴ്സ്, മിനിമം നമ്പർ മെമ്പേഴ്സ്, മിനിമം നമ്പർ ഡയറക്ടേഴ്സ് എല്ലാം 2 ആണ്. അതുപോലെ തന്നെ കോറവും 2 ആണ്. ഓക്കെ. പക്ഷെ പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചോളം അങ്ങനെയല്ല, ഒരു സ്ലാബ് സിസ്റ്റമാണ്. എന്താണ് സ്ലാബ് സിസ്റ്റം? കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രയാണ് നിങ്ങളുടെ കോറം. അതായത് കമ്പനിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് 1000-ൽ കൂടുതൽ, 1000-ഓ 1000-ൽ കൂടുതലാണെങ്കിൽ ആ കമ്പനിക്ക് ജനറൽ മീറ്റിംഗിന്റെ കോറം 5 പേരാണ്. ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം 1000-നും 5000-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ 15 കോറം. കമ്പനിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ എണ്ണം 5000-ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ 30 കോറം. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര പേരുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിന്റെ കോറം. സോ ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് 1000 or above, 1000 or 1000 or above, 5 is the quorum. 1000 to 5000, 15 is the quorum, and above 5000, 30 is the quorum. Private നോക്കണ്ട, പ്രൈവറ്റിന് there is no this type of confusion, only basically 2 is the quorum. അപ്പോൾ ഇത് നല്ലതിൽ മനസ്സിലാക്കിയിരിക്കുക കുട്ടികളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു പോയിന്റ് കൂടെ പറയാം. ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൽ മെമ്പർമാർക്ക് നേരിട്ട് പോയി വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് പ്രോക്സി വഴി വോട്ട് ചെയ്യാം, പകരക്കാരൻ വഴി വോട്ട് ചെയ്യാം. പക്ഷെ പകരക്കാരൻ വഴിയൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നത് കൊള്ളാം, കോറം കൂട്ടുമ്പോൾ പകരക്കാരന് കോറത്തിൽ കൂട്ടത്തില്ല, മറിച്ച് മെമ്പറിനെ മാത്രമേ കൂട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയെ എൻ്റെ പ്രോക്സി ആയിട്ട് എൻ്റെ മീറ്റിംഗ് വിടുകയാണ്. അയാൾ എൻ്റെ പകരക്കാരൻ, ദാറ്റ് മീൻസ് ഷീ ഈസ് മൈ പ്രോക്സി. ഷീ കൻ ഗോ ആൻഡ് വോട്ട്, നോ ഇഷ്യൂ. പക്ഷെ അവിടെ കോറം കൂട്ടുമ്പോൾ കൃഷ്ണയെ കൂട്ടത്തില്ല, കാരണം കൃഷ്ണ പ്രോക്സിയാണ്, മെമ്പർ അല്ല.
ഞാൻ പോയിരുന്നെങ്കിൽ എന്നെ കൂട്ടിയേനെ. സോ ഇൻ കമ്പ്യൂട്ടിംഗ് ദ കോറം ഓർ calculating the quorum or identifying the quorum, proxies will not be counted. Only the members personally present will be counted. Quorum നല്ല ഏരിയയാണ്, ചോദിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇത് വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോറം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, കോറം വെയിറ്റ് ചെയ്യേണ്ട സമയം അരമണിക്കൂറാണ്. 10 മണിക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10:30 മുമ്പ് അറ്റൻഡൻസ് ആവണം. നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ 10:30 കോറം നോക്കണ്ട, 10:30 വരെ വെയിറ്റ് ചെയ്യും. സപ്പോസ് ആ 10:30 കോറം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കുട്ടികളെ കോറം ഇല്ലെങ്കിൽ ആ മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ല, അത് വാലിഡ് മീറ്റിംഗ് അല്ല. അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി അഡ്ജോൺഡ് ടു ദ നെക്സ്റ്റ് വീക്ക്, സെയിം പ്ലേസ്, സെയിം ടൈം ആൻഡ് സെയിം വിത്ത് അജണ്ട. ഇന്ന് തിങ്കളാഴ്ചയാണ് നോക്കിയാൽ, ഇന്ന് 10 മണിക്ക് വിളിച്ച മീറ്റിംഗ് 10:30 വരെ കോറം ഇല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച അതേ സമയത്ത് അതേ സ്ഥലത്ത് അതേ അജണ്ടയോടുകൂടി വീണ്ടും മീറ്റിംഗ് വരും. അന്നും കോറമില്ലെങ്കിൽ ആ മീറ്റിംഗ് എന്തായി പോവും? ആ മീറ്റിംഗ് വന്നിട്ട് നമ്മൾ പിന്നെ നടത്താൻ പറ്റാത്ത രീതിയുടെ അവസ്ഥയിലോട്ട് നമ്മൾ എത്തും. കാരണം മെമ്പേഴ്സ് ഇല്ലല്ലോ, അല്ലെ? അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പൊ കോറം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അഡ്ജേൺമെന്റ് ആണ്. ഓട്ടോമാറ്റിക് അഡ്ജേൺമെന്റ് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ കോറം ഇല്ലാതെ മീറ്റിംഗ് നടത്താൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും? നമ്മളതിനെ അഡ്ജേൺ ചെയ്യും. അപ്പോൾ അഡ്ജേൺ ചെയ്ത് വരുമ്പോൾ അന്ന് എത്ര പേരുണ്ടെന്ന് നോക്കണം. കോറം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് നടത്താം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ചെയർമാൻ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോട്ടീസ് കഴിഞ്ഞു, അതുപോലെ തന്നെ കോറം കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുട്ടികളെ ചെയർമാനാണ്. നിങ്ങൾക്കറിയാം, ഒരു മീറ്റിംഗ് വാലിഡായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ നോട്ടീസ് വേണം, പ്രോപ്പർ കോറം വേണം. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് നടത്തിക്കൊണ്ടുപോകാനായിട്ട് അതിലൊരു ക്യാപ്റ്റൻ വേണം മീറ്റിംഗിൽ, അല്ലേ? വളരെ സീനിയർ ആയിട്ടുള്ള കമ്പനിയുടെ പ്രൊമോട്ടർ ആയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർ അഥവാ ഡയറക്ടർ വേണം. ആ വ്യക്തിയാണ് നമ്മൾ ചെയർമാൻ എന്ന് പറയുന്നത്. പൊതുവേ കമ്പനികളുടെ പ്രൊമോട്ടേഴ്സാണ്, കമ്പനിയുടെ ഫൗണ്ടേഴ്സാണ് തലമൂർത്ത അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഷെയർ ഹോൾഡർ ആയിരിക്കും അവിടുത്തെ ചെയർമാൻ. സെക്ഷൻ 104 കമ്പനീസ് ആക്ടിൽ ചെയർമാനെ കുറിച്ച് പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന സെക്ഷൻ എല്ലാം ഓർഡറിലാണ്, അല്ലേ? 101 നോട്ടീസ്, 102 എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ്, 103 കോറം, അടുത്ത 104 ചെയർമാൻ. അപ്പോൾ പൊതുവേ ചെയർമാന്റെ പേര് കുട്ടികളെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ തന്നെ പറഞ്ഞിരിക്കും. ഷെയർ ഹോൾഡേഴ്സിന്റെ ജനറൽ മീറ്റിംഗ് ചെയർ ചെയ്യേണ്ടത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ ചെയർമാന്റെ പേര് സ്വഭാവമായിട്ടും നമ്മൾ ആർട്ടിക്കിൾസ് ചെക്ക് ചെയ്യണം. ചെയർമാന്റെ പേരോട് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹമാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ ചെയർമാൻ അല്ലെങ്കിൽ ചെയർ ചെയ്തത്. സപ്പോസ് ഇഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡസ് നോട്ട് സേ ദ നെയിം ഓഫ് ദ ചെയർമാൻ, then you can elect a person from the meeting hall. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ചെയർമാന്റെ പേര് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ആ ചെയർമാൻ മീറ്റിംഗിൽ വരാതിരിക്കുകയോ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റുള്ളത് കൊണ്ടൊന്നും ഇത് വരാതിരിക്കുകയാണെങ്കിൽ മീറ്റിംഗ് റൂമിലിരിക്കുന്ന ജനറൽ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഒരാൾ നിങ്ങൾക്ക് ഷോ ഓഫ് ഹാൻഡ്സ് വഴി, അത് കൈപ്പൊക്കെ ഒരാളെ എലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയർമാൻ ആക്കാൻ പറ്റും. അപ്പോൾ അതാണ് ചെയർമാൻ്റെ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയർമാൻ മാൻഡേറ്ററി ആണ്. പ്രോപ്പറായിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോപ്പറായിട്ടൊരു ചെയർമാൻ വേണം. ആ ചെയർമാൻ വന്നിട്ട് കമ്പനിയുടെ ഈ പറഞ്ഞ പോലെ സീനിയർ, അങ്ങനെ പറഞ്ഞിട്ടുള്ളവരെടുത്ത് എങ്കിൽ പോലും സീനിയർ ആയിട്ടുള്ള ഫൗണ്ടർ ആയിരിക്കും, പ്രൊമോട്ടർ ആയിരിക്കും. ഇനി അങ്ങനത്തെ ഒരു വ്യക്തി അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ നിന്നും ഒരു ഷെയർ ഹോൾഡറിനെ ഷോ ഓഫ് ഹാൻഡ്സ് വഴി എലക്ട് ചെയ്ത് അദ്ദേഹത്തിന് ചെയർമാൻ ആക്കാവുന്നതാണ്. കുട്ടികളെ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് പ്രോക്സി. സെക്ഷൻ 105 ജനറൽ മീറ്റിംഗിന്റെ സെക്ഷൻസ് എല്ലാം ഓർഡറിലാണ്. എന്താണ് പ്രോക്സി? അസ്യൂം ദാറ്റ് ഞാൻ ട്രിവാൻഡ്രത്താണുള്ളത്, ചെന്നൈയിൽ ഞാനൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. ഓക്കെ, അപ്പോൾ ചെന്നൈയിൽ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആയിരിക്കുമ്പോൾ അവിടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ, ജനറൽ മീറ്റിംഗ് വിളിക്കുമ്പോൾ, അതായത് AGM വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ എന്നെയും വിളിക്കും, എനിക്ക് നോട്ടീസ് കിട്ടും. അപ്പം ഞാൻ അവിടെ പോയി വോട്ട് ചെയ്യണം, അല്ലേ? ഞാൻ ഇവിടെ നിന്ന് വണ്ടി പിടിച്ച് ഫ്ലൈറ്റോ ട്രെയിനിലോ പോയി അവിടെ പോയി വോട്ട് ചെയ്തിട്ട് വരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രാക്ടിക്കലി ആരോഗ്യം പ്രശ്നം വരും, അതുപോലെ തന്നെ യാത്ര ചെലവ് വരും, യാത്ര ക്ലേശം വരും, ഇങ്ങനെ ഉണ്ട്.
സോ ദ കമ്പനീസ് ആക്ട് ട്രഡീഷണലി അലോസ് യു ടു അപ്പോയിന്റ് എ പ്രോക്സി. നീ പോയി വോട്ട് ചെയ്യണ്ട, മെമ്പർ പോയി വോട്ട് ചെയ്യണ്ട, അതിന് പകരം വേറൊരാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാം. അസ്യൂം ദാറ്റ് വൈഷ്ണവ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചെന്നൈയിലുണ്ട്. അപ്പം ഞാൻ വൈഷ്ണവിനെ വിളിച്ചപ്പോൾ, വൈഷ്ണവ് നീ പോയി ഒന്ന് വോട്ട് ചെയ്യോ, നീ ചെന്നൈയിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ എൻ്റെ പ്രോക്സി ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. സോ ഐ വിൽ അപ്പോയിന്റ് ഹിം ആസ് മൈ പ്രോക്സി ആൻഡ് ദാറ്റ് മിസ്റ്റർ വൈഷ്ണവ് ക്യാൻ ഗോ ടു ദ മീറ്റിംഗ് ഹാൾ ആൻഡ് കാസ്റ്റ് മൈ വോട്ട് ഓൺ മൈ ബിഹാഫ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രോക്സി എന്ന് പറയുന്നത്. ഈ വച്ച് അപ്പോയിന്റ് ചെയ്ത വൈഷ്ണവനെയാണ് എൻ്റെ പ്രോക്സി എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന് വെച്ചാൽ കമ്പനിക്ക് ഞാനൊരു ഫോം കൊടുക്കും, അങ്ങനെ പ്രോക്സി അപ്പോയിൻമെന്റ് ഫോം. അതിനെയാണ് നമ്മൾ MGT11 എന്ന് പറയുന്ന ഫോം. അപ്പോൾ ആ ഫോമിനെയും പ്രോക്സി ഫോം എന്നാണ് വിളിക്കുന്നത്. പകരക്കാരനായിട്ട് വിട്ട ആളെയും മിസ്റ്റർ വൈഷ്ണവനെയും പ്രോക്സി എന്നാണ് ലോയിൽ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് പോയി വോട്ട് ചെയ്യേണ്ടതിന് പകരം നമുക്ക് പകരം ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൽ വേറൊരു ആളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്ന സിസ്റ്റത്തിനാണ് പ്രോക്സി സിസ്റ്റം. ആ പോകുന്ന വ്യക്തിയാണ് എൻ്റെ പ്രോക്സി. ആ പോകുന്ന വ്യക്തിക്ക് എൻ്റെ വോട്ട് കാസ്റ്റ് ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടത്, പ്രോക്സിക്ക് ഷോ ഓഫ് ഹാൻഡ്സിൽ പങ്കെടുക്കാൻ പറ്റൂല, അതായത് കൈപ്പൊക്കിയുള്ള വോട്ടിംഗ് പറ്റൂല. നേരെ മറിച്ച് പോള് വിളിക്കാനെങ്കിൽ, ഇത് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യും, പോളിൽ മാത്രമേ പ്രോക്സിക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. പോയിന്റ് നമ്പർ 1, പ്രോക്സിയെ കോർത്തി കൂട്ടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോക്സിയെ കോർത്തി കൂട്ടത്തില്ല. പ്രോക്സിക്ക് സംസാരിക്കാനുള്ളതോ മാറ്ററുകളിൽ അല്ലെങ്കിൽ അജണ്ട ഐറ്റത്തിൽ പങ്കെടുത്ത് ചർച്ച ചെയ്യാനുള്ള അധികാരമില്ല. മറിച്ച് അദ്ദേഹത്തിന് അവിടെ പോയിട്ട് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ സാർ പറയാം, അവിടെ എഴുതിയിരിക്കുന്നത് എളുപ്പമായിട്ടങ്ങ് പറയാം. അപ്പോൾ സോ ദാറ്റ് പിന്നെ അത് നിങ്ങൾ വായിച്ചാൽ, ഒരു വ്യക്തിക്ക്, അതായത് ഇപ്പോൾ വൈഷ്ണവന് 50 പേരുടെ പ്രോക്സി ആവും. അപ്പോൾ അയാൾ എന്തായാലും അവിടെ പോയി വോട്ട് ചെയ്യല്. അപ്പം ഞാൻ ഏൽപ്പിച്ചതുപോലെ പലർക്കും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ഏൽപ്പിക്കാം. അങ്ങനെ എ പ്രോക്സി ക്യാൻ ബിക്കം എൻ അറ്റോർണി or a proxy can be a proxy of many members up to 50. അപ്പോൾ വൈഷ്ണവാൻ അവിടെ പോവാണെങ്കിലും 50 പേരുടെ എഫക്റ്റ് ഉണ്ട് പുള്ളിക്ക്. കാരണം 50 പേർക്ക് അയാൾക്ക് പ്രോക്സി ആവും. പക്ഷേ ആ 50 പേരുടെ ഷെയർ ഹോൾഡിംഗ് കൂടെ കൂട്ടി നോക്കുമ്പോൾ കമ്പനിയുടെ ടോട്ടൽ പേയുടെ ക്യാപിറ്റൽ 10% കൂടാൻ പാടില്ല. അതായത് ഒരു പ്രോക്സിക്ക് മാക്സിമം വോട്ടിംഗ് പവർ 10% പാടുള്ളൂ. അതിനർത്ഥം അയാൾക്ക് ഒരാളെ വയ്ക്കാം, 2 ആൾ വഴിയെ പ്രോക്സി പോയി, എത്ര പേരെ വേണമെങ്കിൽ അയാൾക്ക് പ്രോക്സി ആയിട്ട് പോവാം. പക്ഷെ അങ്ങനെ പ്രോക്സി ആയിട്ട് പോകുന്ന നമ്പർ 50 ആണ് മാക്സിമം. ഒരു വ്യക്തിക്ക് 50 പേരുടെ പ്രോക്സി ആവും. പക്ഷേ ആ 50 പേരുടെ ഷെയർ ഹോൾഡിംഗ് കൂടെ കൂട്ടി നോക്കുമ്പോൾ 10% മുകളിൽ കൂടാനും പാടില്ല. അതൊരു നല്ലൊരു പോയിന്റ് അല്ലേ? അപ്പോൾ അത് നോക്കിക്കൊള്ളേ. ഇപ്പം ഞാൻ മൊത്തത്തിൽ അങ്ങ് പറയാം, എളുപ്പമാണ്. വീണ്ടും പറയുന്നു, പ്രോക്സിക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. പോൾ വിളിക്കുമ്പോൾ സംസാരിക്കാനോ അതിനുള്ള അധികാരമില്ല. ഷോ ഓഫ് ഹാൻഡ്സിൽ പങ്കെടുക്കാനുള്ള അധികാരമില്ല. അദ്ദേഹത്തിന് കോർട്ടിൽ കൂട്ടത്തില്ല. അടുത്ത പോയിന്റ് കുട്ടികളെ, പ്രോക്സി അവിടെ പോയി വോട്ട് ചെയ്യുമ്പോൾ, വോട്ട് ചെയ്യാൻ പോകുന്ന മീറ്റിംഗ് ഹാളിൽ ഒറിജിനൽ മെമ്പർ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനും പേര് പൊക്കളാന്ന് പറഞ്ഞാൽ രാവിലെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ 8 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട്, 9:05 ചെന്നൈയിലെത്തും. ഞാൻ അവിടെ പോകുമ്പോൾ വൈഷ്ണവ് അവിടെ ഇരിപ്പുണ്ട് കുട്ടപ്പനായിട്ട്. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ ഇനി ആര് വോട്ട് ചെയ്യാം? എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒറിജിനൽ മെമ്പറിന്റെ സാന്നിധ്യം വിൽ ഓട്ടോമാറ്റിക്കലി റിവോക്ക് ദ പ്രോക്സി, ബിക്കോസ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ആണല്ലോ. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, വൈഷ്ണവ് വോട്ട് ചെയ്യാൻ പാടില്ല. വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ എത്തിയിട്ട് കാര്യമില്ല, പിന്നെ എനിക്ക് റിവേഴ്സ് ചെയ്ത് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബിഫോർ ദ പ്രോക്സി കാസ്റ്റസ് ഹിസ് വോട്ട്, ഇഫ് ദ ഒറിജിനൽ മെമ്പർ ഈസ് പ്രസന്റ് അറ്റ് ദ മീറ്റിംഗ് ഹാൾ, ദെൻ ദ original member will get the power to vote, not the proxy, because the proxy ipso facto impliedly been revoked by the presence of the original member there. ഇത് നല്ല ഏരിയയാണ്. പരീക്ഷയ്ക്ക് പൊതുവെ ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല എന്ത് ചെയ്യാൻ നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഫൈനലിൽ ഒരു പക്ഷേ CS ഒക്കെ നാളുകൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടൻസ് ഒരു അറിയേണ്ട കാര്യങ്ങൾ, മേജറായിട്ടുള്ള കാര്യങ്ങളും. കുട്ടികളെ, പ്രോക്സി ഫോം നേരത്തെ പറഞ്ഞു, MGT11 എന്നൊരു ഫോമാണ്, മാനുവൽ ഫോർ സ്ലിപ്പാണ്. അതിൽ കൊടുത്തുവാണ് നിങ്ങൾ പ്രോക്സി അറിയിക്കൽ. ഇപ്പം ഞാൻ ജിനയെ എൻ്റെ പ്രോക്സി ആയിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ആ പ്രോക്സി ഫോമിന് ഞാൻ കമ്പനിയിൽ 48 മണിക്കൂറിന് മീറ്റിങ്ങിന് 48 മണിക്കൂറിന് മുമ്പ് എത്തിച്ചിരിക്കണം. എന്നാൽ മാത്രമേ കമ്പനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെ പ്രോക്സി വരുന്നുണ്ട്, ഇയാളുടെ ബിലുവിൻ്റെ പ്രോക്സിയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി MGT11 എന്ന് പറയുന്ന ഫോം നമ്മൾ 48 മണിക്കൂറിന് മുമ്പേ ആ കമ്പനിയിൽ എത്തിച്ചിരിക്കണം മീറ്റിങ്ങിന്. ഇത്രയേ ഉള്ളൂ. പ്രോക്സി നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടില്ല, ബട്ട് എങ്കിൽ പോലും വളരെ എസൻസ് മറക്കരുത്. ഒന്നുകൂടി പറയാം, സെക്ഷൻ 105 ആണ് പ്രോക്സി. നേരിട്ട് പോയി വോട്ട് ചെയ്യുന്നതിന് പകരം മെമ്പറിന് വേറൊരു ആളെ വയ്ക്കാം, ആരെ വേണം വയ്ക്കാം, കോമ്പീറ്റന്റ് കോൺട്രാക്റ്റുള്ള ആരെ വേണം വയ്ക്കാം, അയാൾ മെമ്പറൊന്നും ആവണമെന്നില്ല, ആരെ വേണമെങ്കിലും വയ്ക്കാം. അതാണ് പ്രോക്സി. ആ ഫോമിനെയും പ്രോക്സി ഫോം എന്ന് വിളിക്കും, അയാളെയും പ്രോക്സി എന്ന് വിളിക്കും.
പോയിന്റ് നമ്പർ 3, പ്രോക്സി വാലിഡ് ആവണമെങ്കിൽ 48 മണിക്കൂർ മുമ്പ് MGT 11 എന്ന് പറയുന്ന ഫോം നമ്മൾ അവിടെ കൊടുത്തിരിക്കണം. പോയിന്റ് നമ്പർ 4, ഒരു വ്യക്തിക്ക് 50 പേരുടെ പ്രോക്സി ആവാം, പക്ഷെ എല്ലാവരെയും കൂടെ കൂട്ടുമ്പോൾ 10% മുകളിൽ വോട്ടിംഗ് റൈറ്റ്സ് കൂടാനും പാടില്ല. പോയിന്റ് നമ്പർ 5, ഒറിജിനൽ മെമ്പർ പ്രോക്സി വച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറിജിനൽ മെമ്പർ മീറ്റിംഗ് ഹാളിൽ പ്രസന്റ് ആണെങ്കിൽ പ്രോക്സി റിവോക്ഡ് ആവും. പ്രോക്സിന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒറിജിനൽ മെമ്പറിന് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോക്സിക്ക് ഷോ ഓഫ് ഹാൻഡ്സിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, പോൾ വിളിക്കുമ്പോൾ മാത്രമേ പ്രോക്സിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു കാര്യത്തിനും അദ്ദേഹത്തിന് തുറന്ന് ചർച്ച, ബിക്കോസ് ഹി ഈസ് നോട്ട് എ മെമ്പർ, ഹി ഈസ് ബീൻ given the authority only to vote when a poll is called, not he cannot participate in the discussions. Okay, അപ്പോൾ അത് പറ. ഇതൊക്കെ വളരെ എളുപ്പമല്ലേ, വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. നിങ്ങൾക്കൊരു അറിവ് എന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് കോസ്റ്റ് അക്കൗണ്ട്സ് ഇട്ടിരിക്കുന്നത്. ഇന്റർമീഡിയറ്റ് ആയതുകൊണ്ട് അത്ര എലോബറേറ്റ് കൺസ്ട്രക്ഷൻ ഒന്നുമില്ല. കുട്ടികളെ, ഇനി സെക്ഷൻ 112 113 ഗവൺമെന്റ് കമ്പനിയെ സംബന്ധിച്ചോളം, സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയെ സംബന്ധിച്ചോളം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന അറിയായിരിക്കും, ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ. അപ്പോൾ യു കോണ്ട് എക്സ്പെക്ട് ദ ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കം ടു യുവർ കമ്പനി ആൻഡ് വോട്ട്, അല്ലേ? വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹോണറബിൾ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു ആളെ വയ്ക്കാം, പക്ഷെ അത് പ്രോക്സി അല്ല, അതിന് റെപ്രസെന്റേറ്റീവ് എന്ന് പറയും. അപ്പോൾ റെപ്രസെന്റേറ്റീവ് ഈസ് കൗണ്ടഡ് എസ് എ മെമ്പർ, considered as a member because the honorable president cannot directly come and vote. അപ്പോൾ അതിനു വേണ്ടി വിടുന്ന ആൾ, ഒരു AS-കാരനോ വല്ലയായിരിക്കും വിടുന്ന, അങ്ങനത്തിന് വേണ്ടി വിടുന്ന ഓഫീസറിനെ നമ്മൾ റെപ്രസെന്റേറ്റീവ് ആയിട്ടേ കാണാവൂ, പ്രോക്സി ആയിട്ട് കാണാൻ പാടില്ല. ഇവരെ നമ്മൾ കോറത്തിൽ കൂട്ടും. ഇത് സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയിൽ ഇതുപോലെയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്പനിയിലെ ഷെയർ വെച്ചിരിക്കുന്നത് ഗവർണർ ആയതുകൊണ്ട് തന്നെ ഹോണറബിൾ ഗവർണറിന് നേരിട്ട് വന്ന് വോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹിം വിൽ അപ്പോയിന്റ് എ പേഴ്സൺ ടു വോട്ട് ഓൺ ഹിസ് ബിഹാഫ്, ആൻഡ് ദാറ്റ് person is not a proxy but a representative. That representative is counted for the purpose of court. അവർക്ക് വേണമെങ്കിൽ പ്രോക്സി വയ്ക്കാൻ വേറെ. ഇപ്പോൾ ഹോണറബിൾ ഗവർണർ എന്നെയാണ് റെപ്രസെന്റേറ്റീവ് വെച്ചു, എനിക്കൊന്ന് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് വേറൊരാളെ വേണമെങ്കിൽ പ്രോക്സി ആയിട്ട് വയ്ക്കാം. ദാറ്റ്സ് എ ഡിഫറൻറ്റ് സ്റ്റോറി. ഇതാണ് സെക്ഷൻ 112. അതുപോലെ തന്നെ 113 പറയുന്ന, ഒരു കമ്പനി മറ്റൊരു കമ്പനിയിലെ മെമ്പർ ആകുമ്പോൾ കമ്പനിക്ക് കൈയും കാലും ഇല്ലല്ലോ പോയി വോട്ട് ചെയ്യാനായിട്ട്, അല്ലേ? അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആകുമ്പോൾ അവിടെ ജനറൽ മീറ്റിംഗ് വിളിക്കുമ്പോൾ കമ്പനിക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. കമ്പനി ഷെയർ ഹോൾഡർ അല്ലേ, കമ്പനിക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, പക്ഷെ കമ്പനിക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അവിടെയും സെക്ഷൻ 113 പ്രകാരം ഒരു റെപ്രസെന്റേറ്റീവിനെ അപ്പോയിന്റ് ചെയ്യാം. ആ റെപ്രസെന്റേറ്റീവ് പ്രോക്സി അല്ല, മെമ്പറിന് തുല്യമാണ്, ആ കമ്പനിക്ക് തുല്യമാണ്. അതുകൊണ്ട് അവർ നമ്മുടെ റെപ്രസെന്റേറ്റീവ് എന്ന് പറയും. ഈ റെപ്രസെന്റേറ്റീവിനെ നമ്മൾ പ്രോക്സി ആയിട്ട് കാണരുത്, മറിച്ച് മെമ്പറിനെ പോലെ കാണണം, കോറത്തിൽ കൂട്ടും. അപ്പൊ 112 113 ഒരേ കാര്യമാണ്. 112 പറഞ്ഞിരിക്കുന്നത് ഹോണറബിൾ പ്രസിഡന്റിനെയും ഗവർണറിനെയും കുറിച്ചാണ്. 113 പറഞ്ഞിരിക്കുന്നത് വേറൊരു കമ്പനിയെ കുറിച്ചാണ്. ഓക്കെ, യെസ്. ഇനി മെത്തേഡ് ഓഫ് വോട്ടിങ്ങിലോട്ട് എത്തി. എളുപ്പമല്ലേ, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ 106 107 108 സെക്ഷൻസ് ആണ് നോക്കുന്നത്. 106 പ്രകാരം റെസ്ട്രിക്ഷൻ ഓൺ വോട്ടിംഗ് റൈറ്റ്സ് ആണ്. കുട്ടികളെ, വോട്ടിംഗ് റൈറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം, വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. വോട്ടിംഗ് റൈറ്റ്സ് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലേ? നമുക്കൊരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് റൈറ്റ്സ് എപ്പോഴും നമുക്ക് എന്ത് വേണം, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഹോൾഡേഴ്സിനെ മുഴുവൻ വോട്ടും കിട്ടും. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഒരു ഷെയർ കൊടുക്കാൻ പറ്റില്ല. കാരണം യു നോട്ട് 0.5% വോട്ട് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സെക്ഷൻ 106 പ്രകാരം the company's articles can put a restriction that only fully paid up shareholders can exercise voting rights. Now the question is, how are you going to vote? കുട്ടികളെ, വോട്ട് ചെയ്യുന്നത് ബേസിക്കലി 3 രീതിയിലാണ്. നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് 3 എഴുതിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നോക്കട്ടെ, ഞാൻ പറയാം, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, കുറച്ച് ഏരിയ ഇവിടെ നല്ല. അപ്പോൾ 106 റെസ്ട്രിക്ഷൻ. 107 പ്രകാരം ആദ്യം വോട്ട് ചെയ്യേണ്ട രീതി ഷോ ഓഫ് ഹാൻഡ്സ് ആണ്. എന്താണ് ഷോ ഓഫ് ഹാൻഡ്സ്? നമ്മൾ സാധാരണ സ്കൂളിലും കോളേജിലൊക്കെ ഉള്ള പോലെ ആരൊക്കെ ടൂറിന് വരുന്നുണ്ട് ചോദിക്കുമ്പോൾ കൈപൊക്കുന്നു. അപ്പോൾ കൈപൊക്കിയവരെല്ലാം സമ്മതിച്ചു, കൈപൊക്കാത്തവർ സമ്മതിച്ചില്ല. ഇതിനെയാണ് നമ്മൾ ഷോ ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഷോ ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ഒരു മെച്യൂർഡ് വേ ഓഫ് വോട്ടിംഗ് അല്ല. അതുപോലെ തന്നെ പ്രോക്സീസ് ഉള്ളപ്പോൾ പ്രോക്സിക്ക് ഷോ ഓഫ് ഹാൻഡ്സ് വഴി പങ്കെടുക്കാനും പറ്റൂല. അപ്പോൾ അവർക്ക് അത് പറ്റൂല പങ്കെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത ലെവൽ വോട്ടിങ്ങിലോട്ട് പോകും. അതിനെയാണ് കുട്ടികളെ നമ്മൾ പോൾ എന്ന് പറയും. പോൾ എന്ന് പറയുന്നത് തൊട്ടടുത്ത സെക്ഷനാണ് 107 പ്രകാരം. പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ ഇലക്ഷനിലൊക്കെ നടക്കുന്നത് പോലെ
നമ്മൾ ഒരു ബാലറ്റ് പേപ്പർ ഉണ്ടാവും. ആ ബാലറ്റ് പേപ്പറിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കാണും. 2 പെട്ടി കാണും. സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ, സമ്മതിക്കുകയാണെങ്കിൽ ടിക്ക് അടിക്കണം, സമ്മതിക്കില്ലെങ്കിൽ ഇൻറ്റു അടിക്കണം. ഇങ്ങനെ നമ്മൾ സാധാ വോട്ട് ഇലക്ഷൻ ഉള്ളതുപോലെ അതിനെ ആ ബാലറ്റിനെ മടക്കി ഒരു ബൂത്തിലോട്ട് നമ്മൾ ഇങ്ങനെ ഇടും. അതിനെ പിന്നെ എണ്ണി നോക്കി തീരുമാനിക്കും. ഇതിനെയാണ് നമ്മൾ കുട്ടികളെ നമ്മൾ എന്തെന്ന് പറയുന്നത്, പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ദ ബേസിക് ടൈപ്പ് ഓഫ് വോട്ടിംഗ് ഈസ് കോൾഡ് ഷോ ഓഫ് ഹാൻഡ്സ് ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് വോട്ടിംഗ് ഈസ് കോൾഡ് പോൾ. അപ്പോൾ ഷോ ഓഫ് ഹാൻഡ്സിന്റെ പ്രശ്നം, പ്രോക്സിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല. പോയിന്റ് നമ്പർ 3, അതിൻ്റെ അകത്ത് ഒരു മെച്യൂർഡ് വേ ഓഫ് വോട്ടിംഗ് അല്ല. കൈപൊക്കുന്നു യു കോണ്ട് എക്സ്പെക്ട് ദാറ്റ് ടൈപ്പ് ഓഫ് വലിയൊരു കോർപ്പറേറ്റ് മീറ്റിംഗിൽ. അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. ചെറിയ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഷോ ഓഫ് ഹാൻഡ്സ് വഴി പാസ്സാക്കാം. കുട്ടികളെ ഷോ ഓഫ് ഹാൻഡ്സ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ പോളിലോട്ട് പോവും. ഈ പോൾ എന്ന് പറയുന്നത് സാധാ നമ്മളെ യൂണിയൻ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ഓർമ്മിച്ചാൽ മതി. നിങ്ങൾ എങ്ങനെയാണ് അവിടെ വോട്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പോകുന്നു, കൗണ്ടറിൽ പോകുന്നു, നിങ്ങൾ ID പ്രൂഫ് കൊടുക്കുന്നു, നിങ്ങൾക്കൊരു ബാലറ്റ് പേപ്പർ കിട്ടുന്നു, നിങ്ങളൊരു രഹസ്യ ബൂത്തിലോട്ട് കയറുന്നു, ആരും കാണാത്ത അവിടെ പോയി നിങ്ങൾ ടിക്കോ, ഇപ്പോൾ ഇലക്ട്രോണിക് ആണ് ഒക്കെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മടക്കി അതിൻ്റെ അത് ഇടുന്നു. ഇതിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ പോൾ ഈ ഏരിയയൊക്കെ ഒന്ന് നോക്കി വെക്കുന്നതല്ലാണ്. ഒരു പക്ഷേ എക്സാമിന് പൊതുവെ ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല അത്ര ഡീറ്റെയിൽ ആയിട്ട്, ബട്ട് എങ്കിലും ഒന്ന് നോക്കി വെക്കുന്നതല്ല. അപ്പോൾ പോൾ എന്ന് പറയുന്നത് സെക്ഷൻ 106, 107, 109 ഇങ്ങനെ 3 സെക്ഷൻ. 106 റെസ്ട്രിക്ഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ്സ്, 107 ഷോ ഓഫ് ഹാൻഡ്സ്, 109 പോൾ. അതിന്റെ പ്രൊസീജിയറിലോട്ടൊന്നും അധികം ഇന്റർമീഡിയറ്റ് ലെവലിലോട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് അധികം വലിയ ആവശ്യമില്ല. എങ്കിലും ഒരു കോമൺ ആയിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം സാറ്. ഈ പോൾ നടത്തുന്നത് സുതാര്യമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പെറന്റ്ലി ഹെൽഡ്. എന്തെങ്കിലുമൊക്കെ അറിയാലോ, എന്തെങ്കിലുമൊക്കെ മിസ്ചീഫ്സ് ഉണ്ടായിപ്പോയി എന്നുണ്ടെങ്കിൽ പിന്നെ തർക്കത്തിൽ വന്നിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളിലും ഇല്ല, പോള് വിളിക്കേണ്ട കമ്പനികളിലും മാൻഡേറ്ററി ആയിട്ടുള്ള കമ്പനികളിലും അതുപോലെ തന്നെ വലിയ കമ്പനികളിലെല്ലാം എസ്പെഷ്യലി ലിസ്റ്റഡ് കമ്പനീസിലൊക്കെ നമ്മൾ പോള് നടത്തുന്നതും പോള് നടത്തിക്കൊടുക്കുന്നതും പോളിൻ്റെ ബാലറ്റ് പേപ്പേഴ്സ് എണ്ണുന്നതും അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് പോലത്തുള്ള എല്ലാ പ്രൊസീജിയറൽ ആസ്പെക്ട്സും കമ്പനി ഔട്ട്സോഴ്സ് ചെയ്ത് കമ്പനി ഒരു കൺസൾട്ടന്റിനെ വെച്ച്, ആ കൺസൾട്ടന്റെ പേരാണ് സ്ക്രൂട്ടനൈസർ. ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടോ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയോ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടോ ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റിനെയോ നമ്മൾ ഏൽപ്പിക്കുകയും അദ്ദേഹം വന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ പ്രോസസ്സ് ചെയ്തു തരും. അതെല്ലാം പരിശോധിച്ച് നോക്കി, വോട്ടിംഗ് പ്രോസസ്സ് പരിശോധിച്ച് നോക്കിയിട്ട് എത്ര പേര് പോസിറ്റീവായിട്ട് വോട്ട് ചെയ്തു, എത്ര പേര് നെഗറ്റീവായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളതൊക്കെ എണ്ണി നോക്കി തിട്ടപ്പെടുത്തി അതിനൊരു എക്സൽ ഷീറ്റിലാക്കി നിങ്ങൾക്ക് റിപ്പോർട്ട് പോലെ തരും, റിസൾട്ടാക്കി. അതിന് റിസൾട്ട് വന്നിട്ട് ചെയർമാൻ എന്ത് ചെയ്യും, അറിയിക്കും, കമ്പനിയുടെ വെബ്സൈറ്റിലും കൂടി ഇട്ടാക്കും. ഇങ്ങനെയാണ് പോളിൻ്റെ നമ്മൾ ഇലക്ഷനിലെ റിസൾട്ട് വരുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പോള് നടത്തുന്നതും അതിൻ്റെ പ്രോസസ്സ് നോക്കുന്നതും അതിൻ്റെ കാൽക്കുലേഷൻസ് നടത്തുന്നതും ഒക്കെ പ്രാക്ടീസിങ് പ്രൊഫഷണൽസിനെ നിങ്ങൾ എൻഗേജ് ചെയ്യണം. നേരത്തെ പറഞ്ഞു പ്രാക്ടീസിങ് CAO, CSനോ CMAയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റോ നിങ്ങൾ എൻഗേജ് ചെയ്യുക. അവർ വേണം ഇത് ചെയ്തു തരാനായിട്ട്. ബിക്കോസ് ടു എൻഷുർ ട്രാൻസ്പെറൻസി, നോ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ഈസ് ബീൻ ഹാപ്പനിങ് ദെയർ. ഓക്കെ, അപ്പോൾ ഇത് ഒത്തിരി പ്രൊസീജിയറാണ്, അത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമില്ല. എങ്കിലും ആ പോളിംഗ് പേപ്പറിൻ്റെ ഫോമാണ് MGT-12. അതുപോലെ തന്നെ സ്ക്രൂട്ടനൈസിൻ്റെ റിപ്പോർട്ട്, നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് MGT-30. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. കുട്ടികളെ ഇനിയിപ്പോൾ ഇലക്ട്രോണിക് മോഡായെല്ലാം എന്തുകൊണ്ട് പോള് നടത്തുന്നതും ഇലക്ട്രോണിക് മോഡിലാക്കിക്കൂടാ? അതാണ് സെക്ഷൻ 108. കുട്ടികളെ ഇന്ത്യയിലെ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും 1000 മുകളിൽ ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനീസും, ഞാൻ ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും 1000 മുകളിൽ ഷെയർ ഹോൾഡേഴ്സ് ഉള്ള എല്ലാ കമ്പനീസും മാൻഡേറ്ററി ആയിട്ട് ഇലക്ട്രോണിക് പോൾ സിസ്റ്റം വച്ചിരിക്കണം, ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം വച്ചിരിക്കണം. അതായത് നിങ്ങൾ അവിടെ പോയിട്ട് ബാലറ്റും പേപ്പറും ഒന്നും വേണ്ട, അവിടെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ ഉണ്ടാവും, ഒരു പെട്ടിക്കകത്ത് രഹസ്യ അറ അല്ലേ, അവിടെ പോയിട്ട് നിങ്ങൾ ഈ ബാലറ്റ് ഒന്നും വേണ്ട, അവിടെ പോവാ, ക്ലിക്ക് ചെയ്യുക, ടിക് 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 ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുന്നു, വോട്ട് ചെയ്തു. ഇതിനാണ് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് എന്ന് പറയുന്നത്, പേപ്പർലെസ് വോട്ടിംഗ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 108 ഈ വോട്ടിംഗ് അനുവദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് വോട്ടിംഗ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മീറ്റിംഗ് ഹാളിൽ പോയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നോ പേപ്പർലെസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പിന്നെ കുറച്ചുകൂടി ട്രാൻസ്പെറൻസിയും സീക്രസിയും ഉണ്ട്. ആരും തന്നെ അതിൻ്റെ അകത്ത് തിരിമറികളൊന്നും നടത്തത്തുമില്ല. കുട്ടികളെ ഇലക്ട്രോണിക് മീൻസിൽ വോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ദ ഇലക്ട്രോണിക് വോട്ടിംഗ് ഈസ് ത്രൂ ആൻ ഇലക്ട്രോണിക് മെഷീൻ, ത്രൂ എ സോഫ്റ്റ്വെയർ, എ കമ്പ്യൂട്ടർ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ മീറ്റിംഗിൽ റൂം വരെ പോണോ, മീറ്റിംഗ് ഹാൾ വരെ പോണോ എന്നൊരു ചോദ്യം വന്നപ്പോഴാണ് ഗവൺമെന്റ് പറഞ്ഞു
അങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ ഇരുന്ന് വോട്ട് ചെയ്തോ. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഒരു വെബ്സൈറ്റ് വഴി വോട്ട് ചെയ്യാം. NSDLO CDSLO സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളാണ്. അവരനുവദിച്ചിട്ടുള്ള, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വഴി അഥവാ അവരുടെ വെബ്സൈറ്റ് വഴി, ലിങ്ക് വഴി നിനക്ക് ഒരു കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ ഈ വോട്ടിംഗ് ചെയ്യാവുന്നതാണ്, വിത്തൗട്ട് ഗോയിങ് ടു ദ ജനറൽ മീറ്റിംഗ് ഹാൾ, റൂം ഓർ വെന്യൂ. ആൻഡ് ദാറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് ഈസ് കോൾഡ് ആസ് റിമോട്ട് വോട്ടിംഗ്. ഫോർ എക്സാമ്പിൾ, നാളെയാണ് എൻ്റെ കമ്പനിയുടെ ജനറൽ മീറ്റിംഗ്, ബോംബെയിൽ വെച്ച് നടക്കുന്നു. എനിക്ക് ഇവിടെ നിന്ന് അവിടെ പോയി അവിടുത്തെ സ്ക്രീനിൽ ഈ വോട്ടിംഗ് ചെയ്യാം. ഈ വോട്ടിംഗ് ഉള്ളതുകൊണ്ട്. പഴയ ട്രഡീഷണൽ ആണെങ്കിൽ പോളിൽ ചെയ്യാം, പേപ്പറിൽ ചെയ്യാം. ഇപ്പൊ പുതിയ പരിപാടി എന്താണ്? ഞാൻ അവിടെ പോകണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ഓൺലൈനായിട്ട് NSDLO CDSLO തരുന്ന വെബ് ലിങ്ക് വഴിയെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിമോട്ട് വോട്ടിംഗ്. മറ്റത് ഇലക്ട്രോണിക് മീറ്റിംഗ് ഹാളിന്റെ വെന്യൂവിൽ പോയി ഇലക്ട്രോണിക്കലി വോട്ട് ചെയ്താൽ അത് വോട്ടിങ്ങും, മീറ്റിംഗ് വെന്യൂവിലെ ഹാളിലേ പോകുന്നില്ല, ഇവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾ ആ ലിങ്ക് വഴിയെ വോട്ട് ചെയ്താൽ കുട്ടികളെ റിമോട്ട് വോട്ടിംഗ് എന്ന് പറയും. അപ്പൊ ഇവിടെയും സുതാര്യത എൻഷുർ ചെയ്യണം. അതുകൊണ്ട് ഇവിടെയും സ്ക്രൂട്ടനൈസർ അപ്പോയിന്റ് ചെയ്ത് ആ സ്ക്രൂട്ടനൈസറാണ് ഈ പ്രോസസ്സ് നോക്കുന്നതും ഇതിന്റെ ബാക്ക് ഓഫീസിലെ കമ്പ്യൂട്ടേഷൻസ് നോക്കുന്നതും റിപ്പോർട്ട് ഉണ്ടാക്കുന്നതും. സ്ക്രൂട്ടനൈസേഴ്സ് റിപ്പോർട്ട് കമ്പനിയിൽ സമർപ്പിക്കുമ്പോൾ ആ റിസൾട്ട് ചെയർമാന് ഡിക്ലെയർ ചെയ്യാം. അതിന്റെ ഒരു കോപ്പി വെബ്സൈറ്റ് ഇട്ടേക്കും. സ്ക്രൂട്ടനൈസർ ആരാണെന്ന് ഞാൻ പറഞ്ഞു, പ്രാക്ടീസിങ് പ്രൊഫഷണൽസ്. അപ്പൊ എവിടെ തുടങ്ങിയതല്ലേ? ഷോ ഓഫ് ഹാൻഡ്സ്. തൊട്ടടുത്ത ലെവലില് യു ഹാവ് എ പോൾ കുറച്ചുകൂടി ക്വിക്കാക്കാനും പേപ്പർലെസ് ആക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ്. ഇല്ല, ഇനി അവിടെ പോകാനേ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് വോട്ട് ചെയ്യാം. അതിന് നമ്മൾ റിമോട്ട് വോട്ടിംഗ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, സാർ ഇനി പ്രോക്സിയുടെ ആവശ്യമുണ്ടോ? സത്യമാണ് കേട്ടോ, ഇനി പ്രോക്സിയുടെ ആവശ്യമില്ല ഇനിയുള്ള കാലത്ത്. കാരണം എന്താ, നേരത്തെ ഞാൻ വൈഷ്ണവിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഞാൻ ഇവിടെയാണ്, ട്രിവാൻഡ്രത്താണ്, വൈഷ്ണവ് ചെന്നൈയിലാണ്, എനിക്ക് വേണ്ടി ഒന്ന് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. റിമോട്ട് വോട്ടിംഗ് ഉള്ള ഫെസിലിറ്റി ആണെങ്കിൽ എനിക്ക് വൈഷ്ണവിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട. ഞാൻ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് NSDL സൈറ്റ് വഴി ഞാൻ ഇവിടെ ഇരുന്ന് ആ കമ്പനിയിൽ വോട്ട് ചെയ്താൽ പോരെ. റിമോട്ട് വോട്ടിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇത്തരം എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അവരുടെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കുട്ടികളെ നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? റിമോട്ട് വോട്ടിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അല്ല, നിങ്ങൾ അവിടെ ഉള്ളവനാണെങ്കിൽ പേപ്പർലെസ് ആയിട്ട് പോയി വോട്ടിങ്ങും അവിടെ ചെയ്യാം. അപ്പൊ മാനുവൽ പോള്, അവിടെ പോയി ഇലക്ട്രോണിക് വോട്ട് ചെയ്യുന്ന വോട്ടിംഗ്, അവിടെ പോവാതെ തന്നെ വീട്ടിൽ ഇരുന്ന് ഓൺലൈനായിട്ട് വോട്ട് ചെയ്യുന്നത് റിമോട്ട് വോട്ടിംഗ്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചേക്കണേ. പൊതുവേ ഞാൻ കണ്ടിട്ടില്ല ചോദ്യം. ഇലക്ട്രോണിക് വോട്ടിംഗ് ഇവിടെ കണ്ടു, അല്ലാതെ പൊതുവേ നിങ്ങൾക്ക് അത്ര പ്രൊസീജിയർ പരമായിട്ട് ഇല്ല. എങ്കിലും സാർ അത് പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിക്കുക. കുറച്ച് ടെക്നിക്കാലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, റിമോട്ട് വോട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? മീറ്റിങ്ങിന് തലേ ദിവസം 3 ദിവസം മുമ്പ് തന്നെ ലിങ്ക് ഓപ്പൺ ആവും, അല്ലെങ്കിൽ ജാം ആവില്ല. എല്ലാവരും കൂടെ ഒരേ സമയത്ത് വോട്ട് ചെയ്ത്, അതുകൊണ്ട് മീറ്റിങ്ങിന് മുമ്പ് 3 ദിവസം മുമ്പ് തന്നെ ആ ലിങ്ക് ഓൺ ആവും. മീറ്റിങ്ങിന്റെ തലേ ദിവസം 5 മണിയോടുകൂടി ആ ലിങ്ക് ഓഫ് ആവും. അതിന്റെ ഇടയിൽ വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. ഒരു കുസൃതി കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഫോർ എക്സാമ്പിൾ, ബിൽ സാർ ഇവിടെ നിന്ന് വോട്ട് ചെയ്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് ഇവിടെ നിന്ന് ചെയ്യുന്ന വെച്ചാൽ എന്താ? റിമോട്ട് വോട്ടിംഗ് ആണ്. ഞാൻ ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞു അജണ്ട ഐറ്റത്തിൽ, പക്ഷെ വേണമെങ്കിൽ എനിക്ക് മീറ്റിങ്ങിന് പോകാം കേട്ടോ. അല്ല, അപ്പോൾ വോട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ, നാളെ എനിക്ക് ചെന്നൈ പോകേണ്ട അത്യാവശ്യമുണ്ട്, ഞാൻ ചെന്നൈയിലുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് അവിടെ പുതിയ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ പിന്നെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ റിമോട്ട് വോട്ടിംഗ് വഴി ഓൾറെഡി എൻ്റെ വോട്ട് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി? പക്ഷെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തെന്ന് പിന്നെ പറയാൻ പറ്റില്ല. കാരണം ദ റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ടു അറ്റൻഡ് മീറ്റിംഗ് കനോട്ട് ബി ഡിനൈഡ് ഈവൻ ദോ യൂസ് ടെക്നോളജി. അതാണ് ഉദ്ദേശം. AI ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ നീ വോട്ടിംഗ് ഒക്കെ ചെയ്തോ, വീട്ടിൽ ഇരുന്ന് റിമോട്ട് വോട്ട് ചെയ്തോ, പക്ഷെ യു മേ അറ്റൻഡ് ദ മീറ്റിംഗ്. ബട്ട് അവിടെ പോയിട്ട് ഇനി വോട്ട് ചെയ്യണമെന്ന് പറയാം. അയ്യോ, എനിക്ക് ഇനി വോട്ട് ചെയ്യണം. എന്നാ, നീ ഓൾറെഡി വോട്ട് ചെയ്ത് കഴിഞ്ഞു. Got my point? So these are all things are very interesting. Please look into it. ലാസ്റ്റ് എന്ന് വെച്ചാൽ വേറൊരു ഏരിയ തുടങ്ങുമ്പോഴുള്ള ലാസ്റ്റാണ്. ഇത് കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത്. കുട്ടികളെ, ഈ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത് പൊതുവെ എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നല്ല എന്ത് ചെയ്യണം നോക്കണം. പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഷെയർ ഹോൾഡറും അറിയേണ്ടതായിട്ടുള്ള ഡിസിഷൻസിനെ ഷെയർ ഹോൾഡേഴ്സിന് പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് വഴിയോ അയച്ചു കൊടുത്ത് പാസ്സാക്കുന്ന രീതിയാണ് കുട്ടികളെ നമ്മൾ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് 65 പ്രകാരം പോസ്റ്റൽ ബാലറ്റ് എന്ന് വെച്ചാൽ വോട്ട് ചെയ്യുന്ന രീതി. ദാറ്റ് മീൻസ് വോട്ടിംഗ് ത്രൂ പോസ്റ്റ് ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്.
അപ്പോൾ മീറ്റിങ്ങിൽ വരാതെ തന്നെ, മീറ്റിംഗ് വിളിക്കാതെ തന്നെ നമുക്കൊരു ഡിസിഷൻ എടുക്കണം. ഒരു ഷെയർ ഹോൾഡറിൽ നിന്നും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും നമുക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം. പക്ഷെ ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കാനുള്ള അവസ്ഥയിലല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മീറ്റിംഗ് ഇപ്പോൾ ഒരു പക്ഷേ BGM കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മീറ്റിംഗ് വിളിക്കാൻ പറ്റുന്നില്ല. മറിച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ആ ഡിസിഷനെ അഥവാ റെസൊല്യൂഷനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സിന് പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് വഴിയോ നമ്മൾ അയച്ചു കൊടുത്ത് പാസ്സാക്കുന്ന രീതിയാണ് കുട്ടികളെ നമ്മൾ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയും. ഇത് ലിസ്റ്റഡ് കമ്പനീസിന് ചില മാൻഡേറ്ററി അജണ്ട ഐറ്റംസ് ഉണ്ട്. അത് പോസ്റ്റൽ ബാലറ്റ് വഴിയേ പാസ്സാക്കാൻ പാടുള്ളൂ എന്നാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് നോക്കാൻ കാര്യം. കാരണം നിങ്ങൾക്കറിയാം, കുറേ നേരം കൊണ്ട് പറഞ്ഞു ഈ വോട്ടിങ്ങും ഇതൊക്കെ വന്നതിന് ശേഷം ഇത്തരം പോസ്റ്റൽ ബാലറ്റും പ്രോക്സി ഒന്നും വേണ്ട, ഇതെല്ലാം റിഡൻഡൻ്റ് ആയി. ബട്ട് എങ്കിലും ലോയിലുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം, പോസ്റ്റൽ ബാലറ്റ് എന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ നമുക്ക് ഷെയർ ഹോൾഡറിൽ നിന്ന് വേണം, ഒരു അപ്രൂവൽ വേണം. എന്നാൽ അതിനുവേണ്ടി ഒരു മീറ്റിംഗ് വിളിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പ വഴിയായിട്ട് പോസ്റ്റൽ ബാലറ്റ് വഴി റെസൊല്യൂഷൻസ് ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്ത് ഷെയർ ഹോൾഡേഴ്സിന് ഓൺലൈനായിട്ട്, അതായത് ഇമെയിൽ വഴി അയച്ചു കൊടുത്തോ പോസ്റ്റൽ വഴി അയച്ചു കൊടുത്തോ റെസൊല്യൂഷൻസ് പാസ് ചെയ്യുന്ന രീതിയാണ് കുട്ടികളെ നമ്മൾ പോസ്റ്റൽ ബാലറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചില മാൻഡേറ്ററി ഐറ്റംസ് ഉണ്ട്, അറൗണ്ട് ഒരു 10-13 ഐറ്റംസ് ഉണ്ട്. നിങ്ങളൊന്ന് പഠിച്ചെങ്കിൽ ഇതായിരിക്കും കൂടുതൽ ചോദിക്കാൻ പോകുന്നത്. ദർ ആർ സർട്ടൻ ലിസ്റ്റ് ഓഫ് അജണ്ട ഐറ്റംസ് which has to be passed by the company, in the case of a listed company, only through postal ballot, because the intention of law is എല്ലാ ഷെയർ ഹോൾഡറും ആ റെസൊല്യൂഷൻ അറിയണം. അവർ വോട്ട് ചെയ്യോ വോട്ട് ചെയ്യാതിരിക്കുകയോ, വോട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്കറിയത്തില്ല, പക്ഷെ എല്ലാവരും അറിയണം. ആൾട്ടറേഷൻ ഓഫ് ഓബ്ജക്ട് ക്ലോസ് ഓഫ് മെമ്മറാണ്ടം ഐറ്റംസ് കണ്ടോ? ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ചേഞ്ച് ഓഫ് രജിസ്റ്റർഡ് ഓഫീസ് എബവ് ലോക്കൽ ലിമിറ്റ്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ് വിത്ത് DVR, ബൈബാക്ക് ഓഫ് ഷെയർസ്. അപ്പോൾ ഇത്തരം വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ, സെയിൽ ഓഫ് ഹോൾ ഓർ മെജോറിറ്റി ഓഫ് ദ അണ്ടർടേക്കിംഗ്. അപ്പോൾ കമ്പനിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ, ഡിസിഷൻസിനെ നിങ്ങൾക്കിപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിക്കേണ്ട, മറിച്ച് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പോസ്റ്റൽ ബാലറ്റ് വഴി അയച്ചു കൊടുത്ത് പാസ്സാക്കാം. നമ്മൾ പോസ്റ്റൽ വോട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല, അതേപോലെ ഇതും ഇലക്ട്രോണിക് മോഡിൽ വോട്ട് ചെയ്യാം, ഓൺലൈനായിട്ട് വോട്ട് ചെയ്യാം. പക്ഷേ മറ്റതും ഇതും തമ്മിൽ വ്യത്യാസം എന്താണ്? നമ്മൾ നോർമലി പഠിച്ച വോട്ടിംഗ് ഒക്കെ പഠിച്ച വ്യത്യാസം, അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ റെസൊല്യൂഷനിൽ വോട്ട് ചെയ്യുന്ന രീതി ഇലക്ട്രോണിക് വഴിയാവാം, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് റിമോട്ട് വോട്ടിംഗ് ആവാം എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ കുട്ടികളെ പോസ്റ്റൽ ബാലറ്റ് വരുമ്പോൾ ഇവിടെ മീറ്റിംഗ് ഇല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അസ്യൂം ദാറ്റ് കമ്പനിയുടെ ഓബ്ജക്ട് ക്ലോസ് ഓൾട്ടർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊസീജർ ആയല്ലോ, നമ്മൾ ഫോർമുല ചെയ്താൽ പഠിച്ചു. എന്താണ്? GM+SR+MGT14 അല്ലേ? അപ്പോൾ ഒരു ജനറൽ മീറ്റിംഗ് വിളിക്കണം. വലിയൊരു ചടങ്ങാണ് ജനറൽ മീറ്റിംഗ് വിളിക്കുന്നത്. ഇത്രയും പേരുടെ ഒരു വലിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ട് അവിടെ ഡിസിഷൻസ് എടുക്കണം. അപ്പോൾ ഇത്രയും ജനങ്ങൾ, ഇത്രയും ഷെയർ ഹോൾഡേഴ്സ് അവിടെ വരണം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് വിളിക്കേണ്ട. അതിന് പകരം ഈ ഓബ്ജക്ട് ക്ലോസ് ഓഫ് മെമ്മറാണ്ടം മാറ്റുന്ന തീരുമാനത്തിൻ്റെ ഡ്രാഫ്റ്റ് കരട് എന്ത് ചെയ്താൽ മതി? ഷെയർ ഹോൾഡേഴ്സിന് പോസ്റ്റൽ റൂട്ട് വഴിയോ ഇമെയിൽ വഴി അയച്ചു കൊടുത്ത് അവർ പാസ്സാക്കുകയോ പാസ്സാവാതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ എടുക്കുന്ന ഡിസിഷനാണ് പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസെപ്റ്റ് പഠിക്കണം, ഡെഫിനിഷൻ സെക്ഷൻ 2+65 പഠിക്കണം. അടുത്ത് ഏതൊക്കെ മാൻഡേറ്ററി ഐറ്റംസ് ആണ് പോസ്റ്റൽ ബാലറ്റ് വഴിയെ പാസ്സാക്കാൻ പാടുള്ളൂ, പോസ്റ്റൽ ബാലറ്റ് വഴിയെ പാസ്സാക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് പഠിക്കണം. മനസ്സിലായോ? യെസ്. അപ്പോൾ അത് ഒന്ന് പഠിച്ചേക്കണേ. പോസ്റ്റൽ ഇവിടെയും നമ്മൾ നേരത്തെ പറയാം, എവിടെ പോളിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലും വോട്ടിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്ക്രൂട്ടനൈസറിന് അപ്പോയിന്റ് ചെയ്യണം. അപ്പോൾ വോട്ടിംഗ് പഠിപ്പിച്ചപ്പോഴും സ്ക്രൂട്ടനൈസർ ഞാൻ പറഞ്ഞു, പോള് വിളിച്ചപ്പോഴും സ്ക്രൂട്ടനൈസർ ഞാൻ പറഞ്ഞു, 106, 108 പറഞ്ഞു. അതുപോലെ ഇപ്പം പറയുന്നു ഇവിടെയും എന്താണ്? പോസ്റ്റൽ ബാലറ്റ് റൂട്ട് വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നമ്മുടെ സ്ക്രൂട്ടനൈസറിന് അപ്പോയിന്റ് ചെയ്യണം. ഒരു പ്രാക്ടീസിങ് CEO, CSO, CMA വെച്ച് വേണം ഈ പ്രോസസ്സ് ചെയ്യാൻ. In order to ensure there is a transparency, in order to ensure that everything is going right. ഓക്കെ, അപ്പം അത്രയും പഠിച്ചേക്കണേ. ചോദിക്കും കേട്ടോ, റീസൺ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. മതി, ആവശ്യമില്ലാത്തൊക്കെ ഞാൻ വിടുന്നു. സ്ക്രൂട്ടനൈസിനെ കുറിച്ച് പറഞ്ഞു. ജനറൽ മീറ്റിംഗ് ഏകദേശം കഴിയാറാവുന്നുണ്ട്. അതിലടുത്ത ഏരിയ വന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഒരുപാട് ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യുകയാണ് റെസൊല്യൂഷൻസ്. കുട്ടികളെ, ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ പാസ്സാക്കുന്ന റെസൊല്യൂഷനെ അഥവാ തീരുമാനത്തിന് 2 കാറ്റഗറിയിൽ പെടും. സെക്ഷൻ 114 പ്രകാരം, അതുപോലെ 115, 2 സെക്ഷൻ ഉണ്ട്. അതിൽ 114 പ്രകാരം ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിസിഷൻസിനെ, തീരുമാനങ്ങളെ 2 ആയിട്ട് തിരിക്കുന്നു. ഒന്ന് ഓർഡിനറി റെസൊല്യൂഷനും 2 സ്പെഷ്യൽ റെസൊല്യൂഷനും.
ഓർഡിനറി റെസൊല്യൂഷൻ വെച്ചാൽ മീറ്റിംഗിൽ ഇരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് നിന്നും അറ്റൻഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് നിന്നും 51% മുകളിൽ വോട്ടിംഗ് പവറുള്ള, അതായത് പൈസ വെച്ചിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്താൽ ആ റെസൊല്യൂഷൻ പാസ്സാവുന്നതിനെയാണ് കുട്ടികളെ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഡിസിഷൻ പാസ്സാക്കാൻ 51% അപ്രൂവൽ പോരാ, മറിച്ച് 75% അപ്രൂവൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ SR എന്ന് പറയാറുണ്ട്. എപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ 30 ദിവസത്തിനകത്ത് നമ്മൾ ROC MGT 14 ഫയൽ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി പറയാം, ഓർഡിനറി റെസൊല്യൂഷൻസ് ആർ നോർമൽ ഡിസിഷൻസ്, സോ യു റിക്വയർ അപ്രൂവൽ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓൺലി ബൈ 51% വോട്ടിംഗ്. 51% ഷെയർ വെച്ചിരിക്കുന്നവർ സമ്മതിച്ചാൽ മതി. സ്പെഷ്യൽ റെസൊല്യൂഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ്. സോ ഫോർ എക്സാമ്പിൾ ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്, മെമ്മറാണ്ടം ആൾട്ടർ ചെയ്യുക, അല്ലേ, ബൈബാക്ക് 10% മുകളിൽ ഇഷ്യൂ ചെയ്യുക, അതുപോലെ പബ്ലിക്കേഷന് പോവുക, ഇതുപോലത്തെ എല്ലാ നിർണായക കാര്യങ്ങൾക്കും ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷനാണ് ആവശ്യം. 75% ഷെയർ വെച്ചിരിക്കുന്നവരും ഈ റെസൊല്യൂഷൻ അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് കുട്ടികളെ ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും. നമ്മൾ പുതിയ പ്രാക്ടിക്കലി പറയുന്നത് അധികം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യത്തിന് ഓർഡിനറി റെസൊല്യൂഷനും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യത്തിന് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ, ഇതാണ് സെക്ഷൻ 114 ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ ഇൻ എ ജനറൽ മീറ്റിംഗ്. ആവശ്യമുള്ളത് മാത്രം മതി കേട്ടോ, ആവശ്യമില്ലാത്ത സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മിനിറ്റ്സ് 118 സെക്ഷൻ, ഞാൻ കണ്ടില്ല. മിനിറ്റ്സ് 118 സെക്ഷൻ. കുട്ടികളെ 118 പ്രകാരം എല്ലാ ബോർഡ് മീറ്റിങ്ങിനും ജനറൽ മീറ്റിങ്ങിനും അഥവാ എല്ലാ മീറ്റിങ്ങിനും പ്രോപ്പറായിട്ട് മിനിറ്റ്സ് ഉണ്ടാക്കണം. നിങ്ങൾക്കറിയാം, മിനിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്താണ് തോന്നുന്നു അല്ലേ. മിനിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ മീറ്റിങ്ങിൽ നടക്കുന്ന പ്രൊസീഡിങ്സ്, കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കുന്ന ഡോക്യുമെന്റാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. മിനിറ്റ്സ് 30 ദിവസത്തിനകത്ത് ഉണ്ടാക്കണം. ബോർഡ് മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം ആ ബോർഡ് മീറ്റിംഗിന്റെ ചെയർമാനോ അല്ലെങ്കിൽ അടുത്ത ബോർഡ് മീറ്റിംഗിന്റെ ചെയർമാനോ അത് ഒപ്പിടണം. ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിനെ സംബന്ധിച്ചോളം ആ ചെയർമാൻ തന്നെ ഒപ്പിടണം. ആ ചെയർമാൻ മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടായിപ്പോയി എന്നുണ്ടെങ്കിൽ വേറൊരു ഡയറക്ടർ, ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ ഡയറക്ടറിനെ കൊണ്ട് മിനിറ്റ്സ് ഒപ്പിടിപ്പിക്കാം. മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡോക്യുമെന്റ്, കാരണം കോടതിയിൽ എവിഡൻസ് ആയിട്ട് എടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് മിനിറ്റ്സ്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ മിനിറ്റ്സിൽ തെറ്റായ കാര്യങ്ങളോ റിലവൻ്റ് ആയ കാര്യങ്ങളോ ഇമ്മറ്റീരിയൽ കാര്യങ്ങളോ വരാൻ പാടില്ല. മിനിറ്റ്സിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണ്ട, വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ മിനിറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി എക്സ്ക്ലൂഡഡ് ഇൻ ദ മിനിറ്റ്സ്, ദ ഡിസിഷൻ ഓഫ് ദ സെയിം ഈസ് ടു ബി ടേക്കൺ ബൈ ദ ചെയർമാൻ. മിനിറ്റ്സിന്റെ കേസിൽ നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത് ചെയർമാനാണ്. കമ്പനി സെക്രട്ടറിമാർ മിനിറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യാറുള്ളൂ, നമ്മളല്ല അപ്രൂവ് ചെയ്യുന്നത് ചെയർമാൻ. മിനിറ്റ്സിൽ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫോമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയർമാന് ഒഴിവാക്കാവുന്നതാണ് ബിഫോർ സൈനിങ്. അപ്പോൾ ഒന്നറിഞ്ഞിരിക്കുന്നതല്ല, ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിങ്ങിലും ബോർഡ് മീറ്റിങ്ങിലും മിനിറ്റ്സ് ഉണ്ടാക്കണം. മിനിറ്റ്സ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ് ആണ്, പെർമനന്റ് ആയിട്ട് പ്രിസർവ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ആണ്. ചെയർമാനാണ് അത് അപ്രൂവ് ചെയ്യേണ്ടത്, അത് ഒപ്പിടേണ്ടത്. ബോർഡ് മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം ആ മീറ്റിംഗിൽ ചെയർമാനോ അല്ലെങ്കിൽ അടുത്ത ബോർഡ് മീറ്റിംഗിൽ ചെയർമാനോ ആണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിനെ സംബന്ധിച്ചോളം ആ മീറ്റിംഗിന്റെ ചെയർമാനാണ് ഒപ്പിടേണ്ടത്. ഇനി അദ്ദേഹത്തിന് മരണപ്പെടുകയോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇന്നബിലിറ്റി ഉണ്ടായാൽ, ഡിസബിലിറ്റി ഉണ്ടായാൽ അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഓതറൈസ് ചെയ്തിട്ടുള്ള വേറൊരു ഡയറക്ടറിന് ആ മിനിറ്റ്സ് ഒപ്പിടാവുന്നതാണ്. 2 കേസിലും അല്ലെങ്കിൽ പൊതുവെ മിനിറ്റ്സ് ഫൈനലൈസ് ചെയ്ത് ഒപ്പിടേണ്ട സമയപരിധി എന്ന് പറയുന്നത് 30 days. എളുപ്പമല്ലേ? ഓക്കെ, ശരി. കുറച്ചേ ഉള്ളത് നിങ്ങൾക്ക് അവിടെ നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുറച്ചേ ഉള്ളൂ. നമ്മൾ പ്രോക്സിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അവസാനമായിട്ട് ആക്ച്വലി ഇത് വേണം ആദ്യം പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റിൽ ജനറൽ മീറ്റിംഗ് തുടങ്ങുമ്പോൾ പറയാനായിട്ട്. മറ്റുള്ള CS-നും CA-ക്കും ഒക്കെ അങ്ങനെയാണ്. ആദ്യം ടൈപ്സ് ഓഫ് മീറ്റിംഗ് പറഞ്ഞിട്ടാണ് കഥ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങിയിരിക്കുന്നത്? ആദ്യം നോട്ടീസ് വന്നു, പിന്നെ എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് വന്നു, ചെയർമാൻ വന്നു, പ്രോക്സി വന്നു, കോറം വന്നു. ഇങ്ങനെയാണ്, വളഞ്ഞാണ് പിടിക്കുന്നത്. ആക്ച്വലി ഇത് വേണം നിങ്ങൾ ആദ്യം പഠിക്കാൻ. സെക്ഷൻ്റെ നമ്പർ നോക്കിയാലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മീറ്റിംഗിൽ സോഫാർ പഠിച്ച സെക്ഷൻസ് ഒക്കെ ലാസ്റ്റിൽ ഒന്നുകൂടി ഞാൻ പറയാം. ഇപ്പോൾ AGM-ഉം അതുപോലെ തന്നെ EGM, അതോടുകൂടി മീറ്റിംഗ്സ് കഴിയും. കുട്ടികളെ, ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് അഥവാ കമ്പനിയിലെ ഉടമസ്ഥരുടെ മീറ്റിങ്ങിനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ബേസിക്കലി. ഒന്ന് ആനുവൽ ജനറൽ മീറ്റിംഗ്, 2 എക്സ്ട്രാordinary ജനറൽ മീറ്റിംഗ്. ആ വാക്കുണ്ടോ? ആനുവൽ ജനറൽ മീറ്റിംഗ്, വർഷം തോറും നടത്തേണ്ട ഷെയർ ഹോൾഡേഴ്സിന്റെ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്ന പേരാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്.
എല്ലാ കമ്പനിയും എക്സെപ്റ്റ് OPC ഒരു മെമ്പർ അല്ലേ ഉള്ളൂ, ഒരു ഷെയർ ഹോൾഡർ ഉള്ളൂ. അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ, അല്ലെ, ഒരാളല്ലേ ഉള്ളൂ. അതുകൊണ്ട് OPC ഒഴികെ ബാക്കി എല്ലാ കമ്പനികളും മാൻഡേറ്ററി ആയിട്ട് കൂടേണ്ട ഒരു വാർഷിക ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. പോയിന്റ് നമ്പർ 1 സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാം സാർ. പോയിന്റ് നമ്പർ 2, വർഷം തോറുമുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തിട്ട് വേണം ഈ മീറ്റിംഗ് നടത്താൻ. അതായത് മാർച്ച് 31 കണക്കൊക്കെ ക്ലോസ് ചെയ്തതിനു ശേഷം വേണം ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിംഗ് വിളിക്കാൻ. പോയിന്റ് നമ്പർ 3, ഈ മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്ന വളരെ നിർണായകമായിട്ടുള്ള 4 അജണ്ട ഐറ്റംസ് ഉണ്ട്. എല്ലാ കമ്പനികളും ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള. അത് നമ്മൾ സാധാരണ ഓർഡിനറി ബിസിനസ് എന്നൊക്കെ പറയും. എന്തൊക്കെയാണ് കുട്ടികളെ? AGM-ൽ there are certain matters to be discussed mandatorily at an AGM, and that items are called as an ordinary businesses. What are they? 1, consideration of financial statements and auditors report. ഒരു വർഷത്തെ തലേ വർഷത്തെ അക്കൗണ്ട്സും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതിന്മേലുള്ള ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും പരിശോധിക്കുക, പരിഗണിക്കുക. 2, ഡിവിഡൻഡ് ഡിക്ലറേഷൻ. അതിൽ നിന്നുണ്ടായ ലാഭത്തിൽ നിന്നും ഡിവിഡൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുക. 3, കമ്പനിയെ ഭരിക്കുന്ന മാനേജ് ചെയ്യുന്ന ഡയറക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുക, റീഅപ്പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടയർ ചെയ്യിപ്പിക്കുക. 4, അടുത്ത വർഷത്തെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക. അടുത്ത വർഷം വെച്ചാൽ കറണ്ട് ഇയർ അടുത്ത വർഷത്തെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക. ഈ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് മാത്രമല്ല, അവരുടെ ശമ്പളവും ഫിക്സ് ചെയ്യണം. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 96, the AGM has to be conducted every year after the accounting year is closed. And 4 business agenda items are mandatorily discussed at this item or this meeting, and that items are 1, consideration of financial statements and auditor's report of the last year. 2, declaration of dividend. 3, director's appointment or reappointment. 4, auditor's appointment and fixing the remuneration. ഈ 4 ഐറ്റവും ചർച്ച ചെയ്യാനാണ് കുട്ടികളെ വർഷം തോറും ഉടമസ്ഥരെ വിളിച്ചു കൂട്ടുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഉടമസ്ഥരത്തല്ലേ നമ്മൾ കണക്ക് കാണിക്കേണ്ടത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. 1, അവരല്ലേ പറയേണ്ടത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന്. 3, അവരല്ലേ ഡയറക്ടർമാരെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. 4, അവരല്ലേ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം 4 ബിസിനസ് ചർച്ച ചെയ്യാനാണ് കുട്ടികളെ നമ്മൾ AGM വിളിച്ച് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ AGM എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു മീറ്റിംഗ് ആണ്. OPC ഒഴികെ എല്ലാ കമ്പനികളും മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യണം കുട്ടികളെ? AGM നടത്തണം. ഇനി സമയപരിധികളാണ്. AGM പൊതുവെ നടത്തേണ്ടത് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് AGM കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത വർഷം, ആ കമ്പനിയുടെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തത്, അതായത് മാർച്ച് 31 ക്ലോസ് ചെയ്ത് 9 മാസത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? AGM നടത്തണം. AGM നടത്തേണ്ട ടൈം പീരീഡ് കുട്ടികളെ, ഫസ്റ്റ് AGM എന്ന് പറയുന്നത് ആ വർഷത്തെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യണം, അതായത് മാർച്ച് 31 അല്ലെ. അവിടുന്ന് 9 മാസം വരെ സമയമുണ്ട്, അതായത് ഡിസംബർ 31 വരെ സമയമുണ്ട്. എന്നാൽ സബ്സിക്വന്റ് AGMs വരുമ്പോൾ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനകത്ത് AGM നടത്തണം. അതിനർത്ഥം എന്ന് വെച്ചാൽ സെപ്റ്റംബർ 30 അപ്പോൾ സാധാ കമ്പനി ഫസ്റ്റ് ഇയർ AGM എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷമുള്ളൂ, അത് കഴിഞ്ഞല്ലോ അല്ലെ. അപ്പോൾ സാധാ രീതിയിൽ കമ്പനികൾ AGM നടത്തേണ്ടത് ഫസ്റ്റ് ഇയർ ഒഴികെ ബാക്കി എല്ലാ വർഷവും AGM നടത്തേണ്ടത് ആ വർഷത്തെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യേണ്ടത്. എന്നാലല്ലേ അക്കൗണ്ട്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഷെയർ ഹോൾഡറിന് അല്ലേ. അപ്പൊ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്നും 6 മാസം സമയം. 6 മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 30. പക്ഷെ ശ്രദ്ധിക്കുക, തലേ വർഷത്തെ AGM-ഉം ഈ വർഷത്തെ AGM തമ്മിൽ 15 മാസം കൂടാനും പാടില്ല. അപ്പൊ 2 കണ്ടീഷൻ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. 1, ഈ വർഷത്തെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് അതായത് മാർച്ച് 31 മുതൽ 6 മാസവും അതായത് സെപ്റ്റംബർ 30, അല്ലെങ്കിൽ കഴിഞ്ഞ AGM-ഉം ഈ AGM തമ്മിൽ 15 മാസം കൂടാനും പാടില്ല. അങ്ങനത്തെ ഒരു ഡേറ്റിന്റെ അകത്ത് വേണം, വിച്ച് എവർ ഇസ് ഏർലിയർ ഡേറ്റിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? AGM നടത്താനായിട്ട്. അപ്പോൾ AGM-ന്റെ ഡ്യൂ ഡേറ്റ് പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പോയിന്റ് നമ്പർ 1, ഫസ്റ്റ് AGM കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത ആദ്യത്തെ വർഷ AGM അക്കൗണ്ടിങ് ക്ലോസ് ചെയ്ത് 9 മാസത്തിനും അതായത് ഡിസംബർ 31 സബ്സിക്വന്റ് വർഷത്തിന്റെ AGM അക്കൗണ്ടിങ് ക്ലോസ് ചെയ്ത് 6 മാസത്തിനും അതായത് സെപ്റ്റംബർ 30 നിങ്ങൾ എന്ത് ചെയ്യണം? AGM നടത്തിയിരിക്കണം. എന്നാൽ സബ്സിക്വന്റ് ഇയർ AGM-ൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, തലേ വർഷം നടന്ന AGM-ന്റെ ഡേറ്റും ഈ വർഷത്തെ AGM-ന്റെ ഡേറ്റും തമ്മിൽ 15 മാസത്തിൽ കൂടാനും പാടില്ല. സപ്പോസ് നിങ്ങൾക്ക് ഈ ഡേറ്റിന്റെ അകത്ത് AGM നടത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ചില കുട്ടികൾ ചോദിക്കും, സാർ ഇങ്ങനെയാണ് അക്കൗണ്ട്സ് ആയില്ല, ഓഡിറ്റ് കഴിഞ്ഞില്ല, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ AGM നമുക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും?
സബ്സിക്വന്റ് ഇയറിനെ സംബന്ധിച്ചോളം AGM നടത്താൻ പറ്റിയില്ലെങ്കിൽ 6 മാസമല്ലേ സമയമല്ലേ നടത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ അപ്ലൈ ചെയ്ത് 3 മാസം കൂടെ എക്സ്റ്റൻഷൻ മേടിക്കാം. അങ്ങനെ 6 എന്ന് പറയുന്നത് 9 മാസമായിട്ട് കിട്ടും. പക്ഷേ ഈ ഡ്യൂ ഡേറ്റ് തീരുന്ന മുമ്പ്, അതായത് സെപ്റ്റംബർ 30 മുമ്പ് നിങ്ങൾ ROCയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 മാസം കൂടെ എന്ത് കിട്ടും? എക്സ്റ്റൻഷൻ കിട്ടും. ഈ എക്സ്റ്റൻഷൻ സബ്സിക്വന്റ് AGMസിന് മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് AGMനില്ല. അപ്പോൾ സബ്സിക്വന്റ് വർഷത്തെ AGMൽ 6 മാസത്തിൻ്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി പീരീഡിൻ്റെ അകത്ത് സെക്ഷൻ 96ൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പീരീഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് AGM നടത്താൻ പറ്റിയില്ലെങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് 3 മാസം കൂടെ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 6 എന്ന് പറയുന്നത് 9 മാറും. ഈ 9 ഡീഫോൾട്ട് എടുക്കരുത്. 6 മാസത്തിനകം നടത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ROC എക്സ്റ്റൻഷൻ കൊടുക്കുമ്പോൾ ROC 3 മാസവും തരണമെന്നില്ല. ലോയിൽ പറഞ്ഞിരിക്കുന്നത് അപ് ടു 3 months. ചിലപ്പോൾ 2 മാസം തരും, ചിലപ്പോൾ 1 മാസം തരും. ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല CMA ഇന്റർമെന്റിനെ സംബന്ധിച്ചോളം. അതുകൊണ്ട് ഒന്ന് നോക്കിയിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ AGM നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. AGMത്തിൽ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. AGMലാണ് നമ്മൾ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് മുമ്പിൽ വെക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ടൊക്കെ വയ്ക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. AGM മനഃപൂർവ്വം നടത്താതിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? നാഷണൽ കമ്പനി ലോ ബോർഡിനെ അപ്രോച്ച് ചെയ്യും. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ NCLT ഹോണറബിൾ ബെഞ്ച് എന്ത് ചെയ്യും? ഈ കമ്പനിയിൽ AGM നടത്താത്തത് എന്ത് എന്നുള്ളത് അന്വേഷിക്കുകയും ഇത്ര ദിവസത്തിനകത്ത് AGM നടത്തണമെന്ന് പറഞ്ഞ് മാൻഡേറ്ററി ആയിട്ട് ഒരു ഓർഡർ ഇടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ കമ്പനികളും, OPC ഒഴികെ എല്ലാ കമ്പനികളും മാൻഡേറ്ററി ആയിട്ട് നടത്തുന്ന മീറ്റിംഗ് ആണ് AGM. അഥവാ നിങ്ങൾ AGM നടത്തിയില്ലെങ്കിൽ അതിന് കർശനമായ പെനാൽറ്റി വരും. 1. 2, ഏതെങ്കിലും ഒരു മെമ്പർ പരാതിയായിട്ട് പെറ്റീഷൻ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ കൊടുത്താൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഒരു AGM ഇത്ര ദിവസം നടത്താനായിട്ട് ട്രിബ്യൂണൽ ഓർഡർ ഇടും. ഓക്കെ. പിന്നെ AGM നടത്തേണ്ട സമയം കുറച്ച് ഡീറ്റെയിൽസ് പറയാം. അതി ഇമ്പോർട്ടൻ്റ് അല്ലെന്നൊക്കെയെങ്കിൽ പോലും കുട്ടികളെ AGM നടത്തുന്നത് ഒരു നാഷണൽ ഹോളിഡേ അല്ലാത്ത ഏത് ദിവസവും നിങ്ങൾക്ക് AGM നടത്താം. നിങ്ങൾക്കറിയാം 3 നാഷണൽ ഹോളിഡേയ്സ് ഉള്ളൂ. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഡേ, അതുപോലെ തന്നെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ഈ 3 ദിവസങ്ങളുമാണ് നമുക്ക് നാഷണൽ ഹോളിഡേ ഉള്ളത്, ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള. കുട്ടികളെ ഈ 3 നാഷണൽ ഹോളിഡേ ഒഴികെ ബാക്കി ഏത് ദിവസവും നിങ്ങൾക്ക് എന്ത് വയ്ക്കാം? AGM വയ്ക്കാം, ഇൻക്ലൂഡിങ് എ പബ്ലിക് ഹോളിഡേ, ഇൻക്ലൂഡിങ് ഞായറാഴ്ച, ഇൻക്ലൂഡിങ് ഓണം. നമ്മൾ പറയത്തില്ല സാധാ അവധികൾ, പൊതു അവധി. ആ പൊതു അവധിയൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. നമുക്ക് 3 നാഷണൽ ഹോളിഡേ നമുക്ക് ഹിൻഡ്രൻസ് ആയിട്ടുള്ളൂ. ആ 3 നാഷണൽ ഹോളിഡേ ഒഴികെ ബാക്കി ഏത് ദിവസവും കുട്ടികളെ കമ്പനിയുടെ ഔദ്യോഗിക മീറ്റിംഗ് ആയ AGM നടത്താം. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഈവൻ ഫോർ എ പബ്ലിക് ഹോളിഡേ. പബ്ലിക് ഹോളിഡേ നടത്താം, ഞായറാഴ്ച നടത്താം. സമയം വർക്കിംഗ് ടൈമിൽ മാത്രമേ നിങ്ങൾ AGM വിളിച്ചു കൂട്ടാൻ പാടുള്ളൂ. കമ്പനീസ് ആക്ട് വർക്കിംഗ് ടൈം പറയുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. കുട്ടികളെ രാവിലെ 9 AM to 6 PM. സോ യു ഹാവ് ടു കണ്ടക്ട് ഷെഡ്യൂൾ ദ മീറ്റിംഗ്. മീറ്റിംഗ് തുടങ്ങി തീരണ്ട, മീറ്റിംഗ് തുടങ്ങുന്ന സമയമാണ് നമ്മൾ പറയുന്നത്. മീറ്റിംഗ് തുടങ്ങുന്ന സമയം രാവിലെ 9നും വൈകിട്ട് 6നും ഇടയിലായിരിക്കണം. So we are only worried about the scheduled time. We are not worried about how much time it prolong and when the meeting concludes. That is none of our cup of tea. നമ്മളെ സംബന്ധിച്ചോളം, ലോയെ സംബന്ധിച്ചോളം മീറ്റിംഗിന്റെ ടൈം എന്ന് വെച്ചാൽ മീറ്റിംഗ് തുടങ്ങുന്ന സമയം, ഷെഡ്യൂൾഡ് ടൈം. That should be in a working time and the working time is defined in the law 9 AM to 6 PM. ഇതിൻ്റെ അകത്ത് രാവിലെ 9നും വൈകിട്ട് 6 മണിക്കും ഇടയിൽ തുടങ്ങണം. അവസാനമായിട്ട് സ്ഥലം കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ വെച്ചാൽ സന്തോഷം. ഇനി അല്ല, രജിസ്റ്റർ ഓഫീസിൽ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ AGMന്റെ സിറ്റി ലിമിറ്റ്സിൻ്റെ അകത്ത്, അതായത് കമ്പനിയുടെ സിറ്റി ലിമിറ്റ്സിൻ്റെ അകത്തോ വില്ലേജ് ലിമിറ്റ്സിൻ്റെ അകത്തോ ആ ലിമിറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നടത്താം. ഇപ്പം പിന്നെ ഓൺലൈനായിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം MCയുടെ സർക്കുലർ പേര്. അതുകൊണ്ട് അതൊരു വിഷയമല്ല, എങ്കിലും അതാണല്ലോ. ഓക്കെ. അപ്പം ഇതൊക്കെ ഒന്ന് പഠിച്ചു പോയാൽ മതി. CMAക്കാർക്ക് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഇതേ യൂട്യൂബ് ചാനലിൽ CS-ന്റെ ജനറൽ മീറ്റിംഗിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. വേണമെങ്കിൽ അതുകൂടെ നോക്കിയാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വർഷം നിങ്ങൾക്ക് പഠിക്കാം. കുട്ടികളെ നമുക്ക് ഇനി അവസാനമായിട്ട് AGM കൂടെ നോക്കാം. അതുകൂടെ ആകുമ്പോൾ നമ്മളെ ചാപ്റ്റർ കഴിയും. AGM എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആണ്. എല്ലാ കമ്പനികളും, OPC ഒഴികെയുള്ള എല്ലാ കമ്പനികളും മാൻഡേറ്ററി ആയിട്ട് നടത്തുന്ന മീറ്റിംഗ് ആണ് AGM. വർഷം തോറും വാർഷിക ഉച്ചകോടി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അക്കൗണ്ടിങ് ക്ലോസ് ചെയ്ത് മാൻഡേറ്ററി. എന്നാൽ AGM എന്താണ്? AGM അല്ലാതെ ഷെയർ ഹോൾഡേഴ്സിനെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി, വേറെ എന്തെങ്കിലും അപ്രൂവൽ എടുക്കാൻ വേണ്ടി, പേര് ചേഞ്ച് ചെയ്യാൻ, രജിസ്റ്റർ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാൻ, ഓബ്ജക്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ,
റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട്, IPO ഇഷ്യൂ ചെയ്യാനായിട്ട്, അങ്ങനെ എന്തെങ്കിലും ഷെയർ ഹോൾഡറിന്റെ അപ്രൂവൽ എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ ഡയറക്ടർ ബോർഡ് ആവശ്യാനുസരണം വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങിനെയാണ് കുട്ടികളെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അപ്പോ ഡിഫറൻസ് പോയിന്റ് നമ്പർ 1, AGM എപ്പോഴും വർഷത്തിലൊരിക്കലേ നടക്കത്തുള്ളൂ. EGM എപ്പോഴും വേണമെങ്കിലും വിളിച്ചു കൂട്ടാം. 2, AGM എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്ററി മീറ്റിംഗ് ആണ്. ഈ രണ്ടാമത്തെ പോയിന്റ് ഡിസ്റ്റിങ്ഷൻ, EGM ഒരു മാൻഡേറ്ററി മീറ്റിംഗ് അല്ല, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു കൂട്ടുന്ന മീറ്റിംഗ്. AGM എപ്പോഴും അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ചെയ്യുന്ന ശേഷമാണ് നടക്കുന്നത്. EGM വർഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നടക്കുന്നത്. AGM-ൽ 4 ഓർഡിനറി ബിസിനസ് ചർച്ച ചെയ്യും. ഞാൻ പറഞ്ഞു അല്ലേ, ഓർമ്മയുണ്ടല്ലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഡയറക്ടർ അപ്പോയിന്റ്മെന്റ്, ഡിവിഡന്റ് ഡിക്ലറേഷൻ, ഓഡിറ്റർ അപ്പോയിന്റ്മെന്റ്. ഈ 4 ബിസിനസ് ഐറ്റവും AGM-ൽ മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ആ ഐറ്റംസ് ഒന്നും തന്നെ EGM-ൽ ചർച്ച ചെയ്യാൻ പാടില്ല. അപ്പൊ AGM-ലേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള, വർഷാവസാനം ചർച്ച ചെയ്യാൻ മാറ്റിവെച്ചിട്ടുള്ള ആ 4 അജണ്ട ഐറ്റംസും EGM-ൽ ചർച്ച ചെയ്യാൻ പാടില്ല. EGM-ൽ ഇത് ഒഴികെയുള്ള, ഈ 4 ഐറ്റം ഒഴികെയുള്ള ഐറ്റംസ് മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയും. അതിന് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. EGM എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? 1, ബോർഡ് വിളിക്കുന്നു. ബോർഡിന് ആവശ്യമുണ്ട്, ചില അപ്രൂവൽ എടുക്കണം. കമ്പനിയുടെ ഓബ്ജക്ട് ക്ലാസ് മാറ്റണം, ഷെയർ ഹോൾഡർ അപ്രൂവൽ വേണം. പഠിച്ചിട്ടില്ലേ? GM+SR+, MGT14. കമ്പനി രജിസ്റ്റർ ഓഫീസ് ഒരു സ്റ്റേറ്റ് മറ്റു സ്റ്റേറ്റ് മാറ്റണം, ഷെയർ ഹോൾഡർ അപ്രൂവൽ എടുക്കണം. ബൈബാക്ക് 10% മുകളിൽ വേണം, ഷെയർ ഹോൾഡർ അപ്രൂവൽ എടുക്കണം. നമ്പർ DVR ഇഷ്യൂ വേണം, ഷെയർ ഹോൾഡർ അപ്രൂവൽ എടുക്കണം. സ്വറ്റിക്വിറ്റി ഇഷ്യൂ ചെയ്യണം, ഷെയർ ഹോൾഡർ അപ്രൂവൽ എടുക്കണം. എല്ലാ ഇത്തരം അപ്രൂവലിന് വേണ്ടി ബോർഡിന് ആവശ്യാനുസരണം മീറ്റിംഗ് വിളിക്കാം. സെക്ഷൻ 100. ഇല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യപ്പെടാം, ഞങ്ങൾക്ക് മീറ്റ് ചെയ്യണം. വി ഷെയർ ഹോൾഡേഴ്സ് വാണ്ട് ടു മീറ്റ് അവർ സെൽസ്. അത് നമ്മൾ റിക്വസിഷനിസ്റ്റ് മീറ്റിംഗ്, ആവശ്യപ്പെടുന്ന മീറ്റിംഗ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ബോർഡ് അവർക്ക് വേണ്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടും. 3-ാമത്തെ സാഹചര്യം, നിങ്ങൾക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യം. There is an impracticable situation that a EGM cannot be called, a general meeting cannot be called. Then you can move to the Honorable National Company Law Tribunal. Then the tribunal will conduct you a meeting, order a meeting, will convene a meeting under the jurisdiction. അപ്പോൾ EGM നടക്കുന്നത് 1, ബോർഡ് വിളിക്കുന്നു. 2, ബോർഡിന് വേണ്ട പക്ഷെ നമുക്ക് വേണം, ഷെയർ ഹോൾഡർ ആവശ്യപ്പെട്ട് ബോർഡ് വിളിക്കുന്നു. 3, ഒരു ഇംപ്രാക്ടിക്കബിൾ സിറ്റുവേഷൻ ആണ് മീറ്റിംഗ് കൂടാനാണെങ്കിൽ ട്രിബ്യൂണൽ മീറ്റിംഗ് വിളിക്കും. നിങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്ത. ഇതാണ് EGM. ഇത്രയും മതി. ഇത് തന്നെ കുറച്ച് കൂടി പോയി. നമ്മൾ എവിടെ തുടങ്ങിയെന്ന് അറിയാലോ അല്ലേ? പഠിക്കേണ്ട സെക്ഷൻസ് ജനറൽ മീറ്റിംഗ്. 101 നോട്ടീസ്, 102 എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്, 103 കോറം അല്ലേ? പിന്നെ ചെയർമാൻ ഉണ്ട്, പ്രോക്സി ഉണ്ട്. 104, 105 ചെയർമാൻ, പ്രോക്സി. 106 റെസ്ട്രിക്ഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് വോട്ടിംഗ് റൈറ്റ്സ്. 107 ഷോ ഓഫ് ഹാൻഡ്സ്. 108 ഇ വോട്ടിംഗ്. 109 പോൾ. 110 പോസ്റ്റൽ ബാലറ്റ്. 114 ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ. പിന്നെ 96 AGM, 100 EGM. മിനിറ്റ്സ് മറക്കരുത്. 118. ഇത്രയും സെക്ഷൻസും വെച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ജനറൽ മീറ്റിംഗ് പഠിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ബിൽസാറിനെ വിളിച്ച് ചോദിക്കുക. വാട്സാപ്പിൽ വോയിസ് നോട്ട് അയക്കുക, ഞാൻ ഉത്തരം പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.